കേൾക്കാമല്ലോ അല്ലെ? ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന മെച്യൂരിറ്റി, പരിപൂർണത, പരിപക്വത, അത് നമ്മൾ എങ്ങനെയാണ് അത് ക്ലൈമാക്സിലേക്ക് എത്തുന്നത്, ഫൈനൽ പോയിന്റ്സ് അതെന്താണ്, അത് പൂർത്തിയാകുന്നത് എങ്ങനെയാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാം. നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, അതെങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത്. റോമാലേഖനത്തിൽ ആരംഭിച്ച് യൂദായുടെ ലേഖനത്തിൽ അവസാനിക്കുന്ന അപ്പോസ്തോലിക ഉപദേശം, നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 28 അധ്യായങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അത് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള അധ്യായങ്ങളാണ്, ആ പുസ്തകങ്ങളാണ്. അപ്പൊ യൂദായുടെ ലേഖനത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ് നമ്മുടെ വിളിയുടെ ക്ലൈമാക്സ് എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ സ്ലോ പ്രോഗ്രസ്, അത്രയും ലേഖനങ്ങൾ വായിച്ച് നമ്മൾ പഠിച്ച് അവസാനം യൂദായുടെ ലേഖനം എത്തുമ്പോഴേക്കും എന്താണ് അപ്പോസ്തലിക ഉപദേശത്തിന്റെ കൾമിനേഷൻ, ക്ലൈമാക്സ്. നമുക്ക് യൂദായുടെ ലേഖനം അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ വെളിപ്പാടാണ്. വെളിപ്പാട് നമ്മുടെ തേജസ്കരണത്തെ സംബന്ധിക്കുന്നതാണ്. യൂദായുടെ ലേഖനം 24-25. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. അപ്പം എന്താ സംഭവിക്കുന്നത്? വീഴാതെ നമ്മൾ സൂക്ഷിക്കപ്പെട്ട് അവന്റെ മഹിമയുടെ പ്രസൻസില് ഒരു കളങ്കവും ഇല്ലാത്തവരായി, പെർഫെക്ഷൻ, ഒരു കളങ്കമില്ലാത്തവരായി അവന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവൻ. അപ്പൊ ഇതിനകത്ത് ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നേടാൻ പോകുന്ന പെർഫെക്ഷൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ലേഖനങ്ങളുടെ അറേഞ്ച്മെന്റ് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഈ ലേഖനങ്ങളെ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ആ ഓർഡറിലാണ്. നമ്മൾ ഇന്നലെ വായിച്ച എബ്രായിലെ പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസം ജെനുവിൻ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരും, അത് പ്രവൃത്തികളെ ഉൽപ്പാദിപ്പിക്കും. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് റിയലി, കാരണം ഈ ഒരു ദിവസം ഇനി ഒരു 1.5 മണിക്കൂർ കൊണ്ട് എവിടെ എത്തും നമുക്കറിയില്ല. എങ്കിലും ഫെയ്ത്ത് ജെനുവിൻ ആയിരിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈസ് അവർ ഫെയ്ത്ത് ജെനുവിൻ? ഇത് ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കിപ്പിക്കുന്ന വിശ്വാസമാണോ, അതോ നിത്യതയുടെ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉളവാക്കുന്ന വിശ്വാസമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇഫ് ഫെയ്ത്ത് ഈസ് ജെനുവിൻ, ദാറ്റ് വിൽ ഗ്രോ. ആ വിശ്വാസം വളർന്ന് നമ്മളിൽ വിശുദ്ധീകരണത്തെ ഉണ്ടാക്കി വിശ്വാസത്തോട് വീര്യവും ഓരോന്നോരോന്ന് കൂട്ടി ഭക്തി, സഹോദരപ്രീതി, അവസാനം അതിന്റെ മുകളിൽ സ്നേഹം വരുമ്പോഴാണ് നമ്മൾ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിൽ എത്തിയെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സ്നേഹം ഈസ് പ്യുവർലി എ ഡിവൈൻ ക്വാളിറ്റി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ ആർക്കും നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാക്കാൻ സാധിക്കില്ല. പെർഫെക്റ്റ് ലവ് കംസ് ഫ്രം ദ സ്പിരിറ്റ്. അത് ദൈവാത്മാവ് തരുന്ന ഒരു ജീവന്റെ അവസ്ഥയാണ്. അപ്പോൾ ദൈവാത്മാവ് തരുന്ന ജീവന്റെ പ്രത്യേകത, ദാറ്റ്സ് എ ഗ്രോയിങ് ലൈഫ് that grows into Christ likeness, Christ like perfection. അപ്പൊ അത് എന്തുമാത്രം വളർന്നു നമ്മൾ നോക്കുന്നത് എത്ര നേരം നമ്മൾ പ്രാർത്ഥിച്ചു എന്നുള്ളതിലല്ല, എന്തുമാത്രം നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതിനാണ്. പ്രാർത്ഥന കുറയ്ക്കണം എന്നല്ല അർത്ഥം, അത് കൂടിക്കോളും. പക്ഷെ ടെസ്റ്റ് ഈസ് അൾട്ടിമേറ്റ്ലി അബൌട്ട് ഹൗ വി ലവ് അവർ എനിമീസ്, ഹൗ വി ട്രീറ്റ് സിന്നേഴ്സ്. യേശുക്രിസ്തുവിന്റെ മനോഭാവം നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം വളർന്നിട്ടുണ്ട് എന്നതാണ് ശരിക്കും വിശുദ്ധീകരണത്തിന്റെ മെഷർ. ശരിക്കും ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടായ്മ ഒരാൾക്ക് ഉണ്ടാവുകയും അയാൾ നല്ല പ്രാർത്ഥനാക്കാരനാവുകയും പ്രാർത്ഥിച്ച് പ്രസംഗിച്ച് ശുശ്രൂഷിച്ച് എല്ലാം ചെയ്യുകയും ഭാര്യയായിട്ട് ഒത്തുപോകാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ നമുക്കറിയാം അത് വ്യാജമാണ്, വിശുദ്ധീകരണം ഇല്ലാത്ത അവസ്ഥയാണ്. പല ഭക്തന്മാരും സുവിശേഷകരും ഒക്കെ പരാജയപ്പെടുന്ന കുടുംബത്തിലാണ്. അവർ പലപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ഭാര്യ എൻ്റെ ശുശ്രൂഷയ്ക്ക് പോരാ,
കുറച്ചുകൂടെ നല്ല ഒരു ഭാര്യ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാളൊക്കെ നല്ല രീതിയിൽ വെറുതെയാണ്. നിങ്ങൾക്ക് പറ്റിയ ആളെയാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്. ദൈവം എല്ലാവർക്കും പറ്റിയ ആളെ തരുന്നത്. ആദമിനും ഏറ്റവും പറ്റിയ തുണയെ തന്നെയാണ് കൊടുത്തത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഹൗവ കുറച്ചുകൂടെ നല്ലതായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ശ്രദ്ധയുള്ള ആളായിരുന്നെങ്കിൽ ആദം രക്ഷപ്പെട്ടു പോയതിനാണ്. ഇല്ല, ആദമിന്റെ അതേ സ്വഭാവമായിരുന്നു ഹൗവയ്ക്ക്. ഒരേ മാംസത്തിൽ മാംസവും അസ്ഥിക്ക് അസ്ഥിയുമായിരുന്നു. ഹൗവയ്ക്ക് പ്രത്യേക ക്യാരക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ഹ്യൂമൻ ബീയിങ്സും സെയിം ആണ്, എസെൻഷ്യലി ആദമിക്കാണ്, ആദാമ്യരാണ്. അവർക്ക് അവരുടേതായ കുഴപ്പങ്ങളും നന്മകളും ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ചുറ്റും ദൈവം തന്നിരിക്കുന്ന ജനത്തെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുന്നവരായി മാറുന്നത്. അതല്ലാതെ എത്ര പ്രസംഗിച്ചാലും പ്രാർത്ഥിച്ചാലും നമ്മൾ പരിജ്ഞാനമുള്ളവരല്ല. ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ജ്ഞാനമാണ്. യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? അവിടെ നമ്മൾ വളരുന്നില്ലെങ്കിൽ, ആ ഒരു ലൈഫിന്റെ കാര്യത്തിൽ നമ്മൾ ക്രൈസ്റ്റ് ലൈക്ക്നെസ്സിലേക്ക് പോകുന്നില്ലെങ്കിൽ, അയൽവക്കത്തെ സഹോദരനോട് നമുക്ക് സ്നേഹം തോന്നുന്നില്ലെങ്കിൽ, അവനെ കുറിച്ച് എപ്പോഴും പരാതിയാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിജ്ഞാനത്തിൽ വളരുന്നില്ല. കൊല്ലുന്ന അക്ഷരങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ പങ്കാളിത്തം നമ്മൾ അനുഭവിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുന്നത്, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് സ്നേഹം എല്ലാത്തിനും മുകളിൽ കാണപ്പെടുന്ന ഒരു സ്റ്റേജ്. ഞാൻ അങ്ങനെ ഒരു പരിധി വരെ ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളർന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ട് വാർദ്ധക്യമായി, വളരെ വാർദ്ധക്യത്തിൽ മരിക്കുന്ന സമയമായപ്പോഴേക്കൊക്കെയാണ് അങ്ങനെ ഒരു ഗ്ലിംസസ് ഓഫ് ദാറ്റ് സാങ്ക്ടിഫിക്കേഷൻ ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. അവർക്ക് രക്ഷയെക്കുറിച്ച് ഭയങ്കര ഉറപ്പാണ്, സ്വർഗത്തെക്കുറിച്ച് ഭയങ്കര അഷുറൻസാണ്. കാരണം ഈ സ്നേഹം നമ്മളിൽ വാഴുന്നുണ്ടെങ്കിൽ നമുക്ക് സംശയങ്ങളെല്ലാം നീങ്ങിപ്പോകും. The true sanctification removes all our doubts about our salvation. ഓക്കെ, അപ്പോൾ ഈ സ്നേഹത്തെ കുറിച്ച് നമ്മൾ അവിടെ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ ശേഷം നമ്മൾ ഇത്തിരി കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത യോഹന്നാന്റെ ലേഖനം. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറേഞ്ച്മെന്റ് എത്ര ഭംഗിയോടെയാണ്. യോഹന്നാന്റെ ലേഖനം നമുക്കറിയാം മുഴുവൻ സ്നേഹത്തെ കുറിച്ചാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ 50 വർഷം 60 വർഷം ജീവിച്ചാൽ, യോഹന്നാനെ പോലെ ആത്മാവിന്റെ സമൃദ്ധിയിൽ ദീർഘായുസോടെ ഇരുന്നാൽ, അവന്റെ ഉള്ളിൽ വെളിപ്പെടുന്നത് സ്നേഹമാണ്. ദാറ്റ് വിൽ കം ഔട്ട്. ഒന്നിനോടൊന്ന് കൂടി 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 സ്നേഹത്തിൽ തികഞ്ഞു വരുന്ന ആ ക്രൈസ്റ്റ് ലൈക്ക്നെസ്സിലേക്കാണ് യോഹന്നാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർന്ന് വളർന്ന് റോമാലേഖനത്തിൽ നിന്ന് വളർന്ന് വളർന്ന് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് എത്തുകയാണ്. എന്നൊരു അവസാനം നമ്മുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് യൂദായുടെ ലേഖനം 24-25 പറയുന്ന പോലെ ദൈവം നമ്മെ നിഷ്കളങ്കരായി, ഒരു കളങ്കവും ഇല്ലാത്തവരായി, ഒരു തെറ്റും ഇല്ലാത്തവരായി, പെർഫെക്റ്റ് ആയി പിതാവിന്റെ സന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തും. We will be rejoicing in that presence. കാരണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു അഴിഞ്ഞുപോയി, ഇല്ലാതായിപ്പോയി. മരണം, പാപം എല്ലാം തീർന്നു. നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ മർത്യ ശരീരം മാറി അമർത്യമായതൊന്നിനെ ഞാൻ അതിന്റെ മുകളിൽ ധരിച്ചു. പെർഫെക്റ്റ് ആയിട്ട് കർത്താവിന് മുമ്പിൽ നിന്നു. This is what's going to happen to us. This is our destiny. This is our call. That's why we are elected. അപ്പോൾ ഈ പെർഫെക്ഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ. കാരണം നമുക്കറിയാം അത് മുഴുവൻ സ്നേഹത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്, അതായത് വേറൊരാൾക്ക് പകരുന്ന സ്വഭാവം, അത് സ്നേഹമാണ്. ദൈവത്തിന്റെ എസെൻഷ്യൽ നേച്ചർ, ഇപ്പൊ ദൈവത്തിന്റെ ഹോളിനെസ് ഉണ്ട്, അത് പരിശുദ്ധിയാണ്, അതാർക്കും പകരാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ സ്നേഹമാണ് ബട്ട് ഹി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കാര്യം ദൈവത്തിന്റെ സ്നേഹമാണ്. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധി നമുക്ക് കിട്ടുന്നില്ലെന്ന് ചോദിക്കാം. വിശുദ്ധിയും പരിശുദ്ധിയും രണ്ടാ. ഇതെല്ലാം പങ്കുവെക്കലുകളാണ്. എന്താണ് വിശുദ്ധിയും പരിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം? വിശുദ്ധി എന്ന് പറയുന്നത് ദൈവം നമ്മളിലേക്ക് പകരുന്ന ഗുണങ്ങൾ ആണ് നമ്മളെ വിശുദ്ധരാക്കുന്നത്. ക്രിസ്തുവിന്റെ കൂട്ടായ്മ, അവന്റെ സ്വഭാവത്തിന്റെ കൂട്ടായ്മ.
അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടായ്മയാണ് നമ്മളെ വിശുദ്ധരാക്കുന്നത്. എന്നാൽ പരിശുദ്ധരാകണമെങ്കിൽ എന്ത് സംഭവിക്കണമായിരുന്നു? ഈ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അവന്റെ സർവശക്തി, അവന്റെ നിത്യജ്ഞാനം, സർവജ്ഞാനം, അവന്റെ സർവവ്യാപിത്വം, അവന്റെ ഇൻഡിപെൻഡൻസ്. അവൻ ആരെ ആശ്രയിക്കുന്നില്ല. നമുക്ക് എപ്പോ ആയാലും ദൈവത്തെ ആശ്രയിക്കാതെ പറ്റില്ല. നിരാശ്രയത്വം, ദൈവത്തിന്റെ നിരാശ്രയത്വം, ദൈവത്തിന്റെ അൺചേഞ്ചബിൾനെസ്, ഇമ്മ്യൂട്ടബിലിറ്റി, ഇതൊന്നും ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യർക്ക് പരിശുദ്ധരാകാൻ പറ്റാത്തത്. നമുക്ക് അതേ ഗുണങ്ങളെല്ലാം, നമ്മളും സർവശക്തരും സർവ്വവ്യാപികളും ഒക്കെ മാറുമായിരുന്നെങ്കിൽ നമ്മളും പരിശുദ്ധരായാലും. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത് അവന്റെ പരിശുദ്ധിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത് പരിശുദ്ധിയെ കോട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, അവന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്, അതായത് നമ്മളിലേക്ക് പകർത്തപ്പെട്ട അവന്റെ സ്നേഹത്തെ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ ആരാധനയിൽ ഒരു ക്രിസ്തുവിന്റെ അനുഭവമുണ്ട്. പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ പിതാവിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകർന്ന ആ കരുണയെ ഓർത്താണ്, ആ ക്രിസ്തുവിന്റെ ക്യാരക്ടർ എന്നിലേക്ക് പകർന്ന ദൈവകൃപ, ആ രക്ഷയെ ഓർത്താണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആരാധനയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണമാണ്. അതുകൊണ്ടാണ് അപ്പം നുറുക്കി നാം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനായിട്ട് സ്തോത്രം. ഇതാണ് പുതിയ നിയമ വർഷിപ്പ്. കർത്താവേ, നിന്റെ പ്രാണനെ ഞങ്ങൾക്ക് വേണ്ടി വെച്ച് തന്നതിനായിട്ട് സ്തോത്രം. ആരാധന. നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും എല്ലാം യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കോൺസെൻട്രേറ്റ്, ആ യാഗത്തെ ആസ്പദമാക്കിയുള്ളത്. അപ്പോൾ കർത്താവിന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്, അതായത് നമ്മളിലേക്ക് പകരുന്ന ആട്രിബ്യൂട്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവിനെ ആരാധിക്കുന്നത്. എല്ലാ ഗുണങ്ങളും വെച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. എങ്കിലും പഴയ നിയമത്തിൽ ഈ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, അതായത് നമ്മളിലേക്ക് പകർത്താവുന്ന ദൈവിക ഗുണങ്ങളെ കുറിച്ച് അത്ര വലിയൊരു വെളിപ്പാടുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് കർത്താവ് അവന്റെ ദിവ്യ സമ്പത്ത് ക്രിസ്തുവിലൂടെ നമുക്ക് നൽകി നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഡെപ്ത്, അതിന്റെ അൺകണ്ടീഷണൽ നേച്ചർ, അതിന്റെ ഡിവൈൻ നേച്ചർ, അത് നമുക്ക് മനസ്സിലാകുന്നത് പുതിയ നിയമത്തിലാണ്. അപ്പൊ പുതിയ നിയമ ആരാധനയിൽ നമ്മൾ പേഴ്സണലായിട്ട് കർത്താവിനെ അനുഭവിക്കുന്ന ഒരു തലമുണ്ട്. We enjoy the Lord in his attributes. We extol his attributes. അവൻ നമ്മളിലേക്ക് പകർത്തുന്ന ഗുണങ്ങൾ, സ്നേഹം. അപ്പൊ ആ പെർഫെക്ഷനാണ്. ഞാൻ എപ്പോഴും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും ആനന്ദിക്കുന്നത് അവന്റെ ആ സ്നേഹം എന്നിലേക്ക് പകർത്തപ്പെടുമ്പോഴാണ്. സോ ഡിവൈൻ, സോ ഫുൾഫില്ലിംഗ്. അപ്പൊ ഈ സ്നേഹമാണ് യോഹന്നാന്റെ ലേഖനം. അതാണ് ക്ലൈമാക്സ് ഓഫ് അപ്പോസ്റ്റലിക് ടീച്ചിങ്. അപ്പോസ്തലിക ഉപദേശത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെ തന്നെ ആയിരിക്കണം. വളർന്ന് പ്രായമാവുന്നതോറും മുഷടന്മാരായി മാറരുത്. പ്രായമാവുന്നതോറും നമ്മൾ സ്നേഹമായി മാറണം. ഇത് നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. പ്രായമാവുന്നതോറും മുഷടത്തരം കൂടി വരുവാണ്. പക്ഷെ ക്രിസ്തുവിലാണ് നമ്മൾ വളരുന്നെങ്കിൽ പ്രായമാവുന്നതോറും സ്നേഹം വർദ്ധിച്ചു വരണം. എങ്ങനെയാ നമ്മൾ പ്രായമാവുന്നതോറും നമ്മൾ മുഷ്കന്മാരായി മാറുന്നറിയാം. ഒത്തിരി പ്രായമാകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ ചെറുപ്പത്തിലെ നമുക്ക് രണ്ട് നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിയുണ്ട്. ചെറുപ്പത്തിലെ ബുദ്ധി ഉള്ളപ്പോൾ നമുക്ക് രണ്ട് നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. രണ്ട് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനോട് ഇഷ്ടമില്ല എങ്കിലും ഇഷ്ടമുള്ളതായിട്ട് അഭിനയിക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ട്. ഒരാൾ വീട്ടിലോട്ട് വന്ന് കയറിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടതായി അഭിനയിക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് ചെറുപ്പകാലത്തുണ്ട്. പക്ഷെ കുറെ പ്രായമായി കഴിയുമ്പോൾ ഈ ബുദ്ധി അങ്ങ് പോകും. ഈ ബുദ്ധി പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതൊന്നും മറച്ചു വെക്കാനുള്ള ബുദ്ധി നമുക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ വായി വരുന്നെല്ലാം പറയും. അപ്പൊ പിള്ളേര് പറയും, ഒന്ന് മിണ്ടാതിരി, എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറച്ചു വെക്കാൻ പറ്റുന്നില്ല, വെളിയിൽ വരുവാ. കർത്താവിന് മുമ്പിൽ നമ്മൾ ഒരു ദിവസം നിൽക്കുമ്പോൾ നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. നമ്മുടെ അകത്തുള്ള എല്ലാം വെളി വരും. അപ്പൊ നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടത് എത്ര അത്യാവശ്യം എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പറയാണ്, ഇവിടെ ഇരുന്നോണ്ട് പറയാൻ വിചാരിച്ചു, ഇയാളെന്തോ പ്രസംഗം എത്ര നാളെ ഇത് മടുത്ത് എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാന്ന് വിചാരിച്ചോ. കുറച്ചുകൂടെ പ്രായമായ പിന്നെ അത് വെളി കാണിക്കാൻ പറ്റില്ല, ഈ മറച്ചു വെക്കാൻ പറ്റില്ല, വെളി കാണിച്ചു പോകും.
അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ മുഷ്കന്മാരായി മാറും. കാരണം ആന്തരികമായി വിശദീകരണം നടക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആന്തരികമായി വിശദീകരണം നടക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം, വിശ്വാസവും, വീര്യം, അങ്ങനെ ആ ഒരു വർധനവ് ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഷ്ഫലന്മാരായി പോകില്ല. നിങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും മെച്യൂരിറ്റി പ്രാപിച്ച് കർത്താവിന്റെ തികവില് വരും. അത് എവിഡൻസ്ഡ് ആകുന്നത് നമ്മൾ സ്നേഹത്തിൽ വർദ്ധിക്കുമ്പോഴാണ്. സ്നേഹം വർദ്ധിക്കാതെ വേറെ എന്ത് വർദ്ധിച്ചിട്ടും ഒരു കാര്യവുമില്ല. അത് നമ്മുടെ രക്തബന്ധങ്ങളോടോ വീട്ടിലുള്ളവരോടോ ഉള്ള സ്നേഹം എന്നുള്ളതല്ല. നമ്മൾ ഉപദ്രവിക്കുന്നവരോട്, നമ്മളെ ഇഷ്ടമില്ലാത്തവരോട്, നമുക്ക് സ്നേഹിക്കാൻ ബാധ്യതയില്ലാത്തവരോട്, അവരോടുള്ള സ്നേഹമാണ് ശരിക്കും ക്രിസ്തു നമ്മൾ വസിക്കുന്നുള്ളതിന്റെ തെളിവ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നതല്ല നാളെ പുറമുകളിൽ ഘോഷിക്കുന്ന ഒരു കാലം വരും. അപ്പൊ നമുക്ക് മറച്ചു വെക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ ആകെ കുഴപ്പത്തിലാവും. അന്നുണ്ടാവില്ല. അന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയൊന്നും മറക്കത്തില്ല. അകത്തുണ്ടായിരുന്ന എല്ലാം ദൈവത്തിന് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കും. നമ്മൾ ലജ്ജിതരായി നിൽക്കേണ്ട അവസ്ഥ വരും. അന്ന് നമ്മൾ കെട്ടിപ്പിടിച്ചതെല്ലാം അർത്ഥശൂന്യമായിരുന്നു അടുത്തിരുന്ന ആൾക്കാർ മനസ്സിലാക്കും. സഹോദരാന്ന് വിളിച്ചതൊക്കെ കളിപ്പീരായിരുന്നു എന്ന് മനസ്സിലാക്കും. അപ്പോൾ ആന്തരികമായ വിശദീകരണം നടന്നാൽ അതെങ്ങനെ മനസ്സിലാക്കാം? 95-100 വയസ്സ് അടുത്ത മനുഷ്യനാണ് യോഹന്നാൻ. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ ദൈവത്തിന്റെ ആ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട് ഭയങ്കര പ്രഷ്യസ് ആണ്. ആ ദൈവത്തിന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട് സ്നേഹം, കർത്താവിൽ നിന്ന് വന്ന ഡിവൈൻ അഗപ്പെ എൻജോയ് ചെയ്യുക. എന്നിട്ട് പറയാണ്, ഈ ദൈവത്തെ അറിയാന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവനാ ദൈവത്തെ അറിയുന്നു. എനിക്ക് ദൈവത്തെ അറിയുക, നോ ഗോഡ്, നോ ക്രൈസ്റ്റ്. ഏക സത്യദൈവമായ നിന്നെ നീ അയച്ചവനായ യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാണ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അറിയുക, ലൈഫ് ലിവ്ഡ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്. ഈ പെർഫെക്ഷനിലേക്ക് എത്താൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഡിസയർ ഫോർ സാങ്ക്ടിഫിക്കേഷൻ, ഗ്രോണിങ് ഫോർ സാങ്ക്ടിഫിക്കേഷൻ, ഇന്നർ പ്യൂരിറ്റി. അവന്റെ സന്നിധിയിൽ നാം കളങ്കമില്ലാത്തവരായി നിൽക്കും, ഡബിൾ മൈൻഡ് ഇല്ലാത്തവരായി നിൽക്കും. അങ്ങനെ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മുടെ അകത്തുള്ളത് മാത്രമേ വെളിയിൽ കാണുള്ളൂ. വെളിയിൽ കാണിച്ച അഭിനയങ്ങളൊന്നും അവിടെ നിൽക്കില്ല. അപ്പോൾ സാങ്ക്ടിഫിക്കേഷൻ എസെൻഷ്യലി മേക്സ് us rejoice in the Lord. ആനന്ദത്തോടെ ഒരു സന്നിധിയിൽ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ വിശുദ്ധീകരണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവിടെ നമ്മൾ ആനന്ദത്തോടെ നിൽക്കുന്ന ഒരവസ്ഥ. നത്തിങ് ടു ബി ashamed of. ലജ്ജാകരമായ ഉപായങ്ങളില്ല, തന്ത്രങ്ങളില്ല. പൗലോസ് പറയുന്നുണ്ട്, ലജ്ജാകരമായ ഉപായങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കുന്നില്ല, ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നില്ല. നോ ഡിസെപ്ഷൻ, only one personality and that's open. നമ്മൾ സ്നേഹത്തിൽ തികഞ്ഞവരാകുമ്പോൾ പിന്നെ നമുക്ക് മറച്ചു വെക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്ന് പറയാൻ നമുക്ക് മറച്ചു വെക്കാനൊന്നും ഇല്ല. അങ്ങനെ തോന്നിയിട്ടാ പറയുന്നത്. there is love, there is genuineness there. അപ്പൊ ക്രിസ്തുവിന്റെ ആ ക്യാരക്ടറാണ് നമുക്ക് ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അത് നിത്യമായി നമുക്ക് പ്രയോജനമുള്ളതാണ്. ക്രൈസ്റ്റ് ലിവിങ് ഇൻ മീ, സാങ്ക്ടിഫൈങ് മീ ഹോളി കംപ്ലീറ്റ്ലി and bestowing his divine nature to us so that we become partakers in his holiness, partakers in his divine nature. അപ്പൊ ക്രിസ്തുവിനെ അനുഭവിക്കുക, അതാണ് പൗലോസ് പറയുന്നത്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, ഐ വാണ്ട് ടു ഗെയിൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ നേടണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, ദൈവം നമ്മളിലേക്ക് പകർത്തുന്ന ഗുണങ്ങൾ. നമ്മൾ എഫേസ്യ ലേഖനം ഇന്നലെ വായിച്ചപ്പോൾ അതിന്റെ 3:19 ഇങ്ങനെയായിരുന്നു, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണമെന്ന്. ദൈവത്തിന്റെ എല്ലാ നിറവിനാലും. അതെങ്ങനെയാണെന്ന് അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിന്റെ നീളവും വീതി ഉയരവും ആഴവും അറിഞ്ഞിട്ടാണ്. അത് സകല സഹോദരന്മാരോട് ഗ്രഹിക്കുകയും പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുകയും ചെയ്തിട്ടാണ്. അപ്പൊ പെർഫെക്ഷൻ എന്ന് പറയുന്നതും ഗ്രോത്ത് എന്ന് പറയുന്നതും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ കൂടുതൽ റിലീജിയസ് ആയി മാറുന്നതല്ല ഗ്രോത്ത്, കൂടുതൽ ക്രൈസ്റ്റ് ലൈക്ക് ആയി മാറുന്നതാണ്. ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്നയാളെ 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതല്ല ഗ്രോത്ത്. ആ 1 മണിക്കൂറുള്ള പ്രാർത്ഥന ഒരു ആരാധനയായി മാറുന്നതാണ് ഗ്രോത്ത്.
എത്ര നേരം പ്രാർത്ഥിച്ചാലും ദൈവം മുകളിൽ നിന്ന് കേൾക്കുമ്പോൾ, മുകളിൽ നിന്ന് ഞാൻ അങ്ങനെ നമ്മൾ സ്വർഗം മുകളിലാന്ന് ഇങ്ങനെ അസ്യൂം ചെയ്യുന്നോണ്ട് പറയുന്നില്ല, മുകളിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല. കർത്താവ് എന്ന് കേൾക്കുമ്പോൾ ആ പ്രാർത്ഥന അവനോടുള്ള ഒരു ആരാധനയായിട്ട് മാറും. അതെങ്ങനെയാണെന്ന്, അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. വർഷിപ്പ് ഈസ് ദ അൾട്ടിമേറ്റ്. നമ്മുടെ ആരാധനകൾ ദൈവത്തിന് സുഗ്രാഹ്യമാകുന്നത് നമ്മുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥിക്കുമ്പം കർത്താവേ എനിക്ക് വീട് കൂട് നാട് പണം ഇതൊക്കെ ചോദിക്കുമ്പോൾ കർത്താവിന് മഹത്വമൊന്നുമില്ല. കാരണം അവന്റെ മഹത്വം അല്ല നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്ന ലോകത്തിന്റെ മഹത്വമാണ്. നിങ്ങൾ ആലോചിക്കേ, ഞാൻ ഇങ്ങനെ കർത്താവിന് പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കൊണ്ടിരിക്കുക. അപ്പം കർത്താവ് പിതാവിന്റെ അടുത്തേക്ക് മധ്യസ്ഥനാരാ? യേശു ക്രിസ്തു. പിതാവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച ലിസ്റ്റ് എല്ലാം പിതാവിന്റെ അടുത്ത് കൊടുക്കും. ഇതൊക്കെയാണ് ചേസ് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു സ്റ്റോറി പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിതാവ് ചോദിക്കാം, അവൻ 10-25 വർഷമായിട്ട് ഇപ്പോഴും ഇത് തന്നെയാണോ ചോദിക്കുന്നത്? കർത്താവ് പറയും, എന്ത് ചെയ്യാൻ, അവൻ ഇപ്പോഴും ഇത് തന്നെ മതി. ഓ, അവൻ ഇതുവരെ ഈ നീ കൊടുക്കാന്ന് പറഞ്ഞ മഹത്വം ഒന്നും മനസ്സിലായിട്ടില്ലേ? അന്നേരം കർത്താവ് പറയും, 2 വർഷം കൂടെ നോക്കാം. ശരിക്കും കർത്താവ് ഇതുമായിട്ട് പിതാവിന്റെ അടുത്ത് ചെല്ലുന്ന ആലകാരെ ആലോചിക്കും. സോ വെൻ ഐ ആസ്ക് ദ ലോർഡ്, കർത്താവെ നിന്റെ പുത്രൻ ജീവിച്ച പോലെ ജീവിക്കാനുള്ള കൃപ, ആ റിസോഴ്സ് എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കുന്നു. അത് ദൈവത്തിന് സന്തോഷമാണ്. അവൻ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് ആരാധനയാണ്, മഹത്വപ്പെടുത്തുക ചെയ്യുന്നത്. God's glory, we are celebrating God's glory when we are asking spiritual things. അപ്പൊ ദൈവത്തെ നമുക്ക് ദൈവത്തോടുള്ള ട്രസ്റ്റ് ആണ് ശരിക്കും സ്പിരിച്വൽ തിങ്സിനെ ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇതിനകത്ത് എല്ലാം നമുക്കൊരു മെച്യൂരിറ്റി ഉണ്ട്. പ്രേയറിലും, വർഷിപ്പിലും, ലൈഫിലും, നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്ന രീതിയിലും, ആത്മീയതയെ മനസ്സിലാക്കുന്ന രീതിയിലും, സഹോദരങ്ങളെ കാണുന്ന രീതിയിലും, സഭയെ നോക്കുന്ന രീതിയിൽ, എല്ലാത്തിലും എ ക്രൈസ്റ്റ് ലൈക്ക്നെസ് ഷുഡ് പെനിട്രേറ്റ് ഇൻ അവർ സോൾ. അങ്ങനെ തികഞ്ഞവരായി, സ്നേഹത്താൽ നിറഞ്ഞവരായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവന്. അപ്പൊ നമ്മൾ ഒരു ദിവസം അങ്ങനെ നിൽക്കും. ഉറപ്പുണ്ടോ? ഞാൻ ഒരു ചെറിയ കഥ പറയാം. കഥയല്ല, ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം. ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു കാലത്ത് 1997-98 ഒരു വളരെ പ്രായമായ ഒരു അപ്പച്ചനെ പരിചയപ്പെട്ടു. 67 വയസ്സാണ്. അന്ന് 67 വയസ്സേ ഉള്ളൂ. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ചെറുപ്പത്തിൽ ഒരു മനുഷ്യനായിരുന്നു. ഷാരോൺ പെന്തക്കോസ്റ്റ് ചർച്ചിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ മരുമകൻ അവിടുത്തെ പാസ്റ്ററാണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് കൂട്ടായി. ഞാൻ വിശ്വാസി പുതിയതാണ്. ഇദ്ദേഹം ഭവന സന്ദർശനത്തിനൊക്കെ പോകും, സുവിശേഷം പറയാൻ പോകും. അപ്പൊ എന്നെ വിളിക്കും. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ വീട് കയറി ഇറങ്ങാൻ പോകും. അടിമാലിയിലുള്ള വലിയ മലയുടെ മുകളില് ഗിരിവർഗക്കാരുടെ കോളനികളിലൊക്കെ സുവിശേഷം പറയാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ട്. ഇദ്ദേഹം അവിടെ ഒരു പാ വിരിച്ച് അങ്ങ് കിടന്നോളും. തലേണൊന്നും വേണ്ട. ഒരു പായ 2 പെയർ ക്ലോത്ത്സ്, അത്രേ ഉള്ളൂ. ഒരു തുണിസഞ്ചി, അതിനകത്തൊരു ബൈബിൾ, ഒരു നോട്ട്ബുക്ക്, ഒരു പേന, ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഒരു ഡെക്കറേറ്റഡ് ടീച്ചറാണ്. പ്രസിഡന്റ് അവാർഡ് വാങ്ങിച്ചതാണ്. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വളരെ കൂട്ടായി 1 വർഷം 2 വർഷം ഞങ്ങൾ ഒന്നിച്ച് നടന്നു. പലപ്പോഴും പല ഭവനങ്ങൾ വിസിറ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോയി. അദ്ദേഹത്തിനായിട്ട് പരിചയം വളരെ കുറവായി വന്നു. പിന്നെ മിഷണറി വർക്കായിട്ട് ആന്ധ്രയ്ക്ക് പോയി. അന്ന് ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് നമ്പറോ കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ, കോണ്ടാക്ട് ഒന്നും ഇല്ലാതായി. 2016 2016 അത് 17 ഞാൻ കോട്ടയത്തൊരു ചർച്ച് ഓഫ് ഗോഡില് സംസാരിക്കുമ്പോൾ, കഞ്ഞിക്കുഴി ചർച്ച് ഓഫ് ഗോഡില് സംസാരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എബ്രഹാം സാർ എന്നൊരു സംസാരം ഇവിടെ ഉണ്ടായി.
ഞാൻ പെട്ടെന്ന് ഈ അപ്പച്ചനെ ഓർത്തു. അപ്പൊ ഞാൻ പാസ്റ്ററോട് ചോദിച്ചപ്പം അബ്രഹാം അല്ല, ഇത് വേറെ ആളാണ്. അപ്പൊ എനിക്കൊരു വിഷമം തോന്നി. അദ്ദേഹം ജീവനോട് ഇരിപ്പുണ്ടോ? 20 വർഷം കഴിഞ്ഞു, 20 വർഷമായി. ജീവനോട് ഇരിപ്പുണ്ടോ? 88 വയസ്സുണ്ടാവും ജീവനോടുണ്ടെങ്കിൽ. ഒന്ന് അന്വേഷിക്കണം എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ മരുമകന്റെ ഫോൺ നമ്പർ ഞാൻ എടുത്ത് വിളിച്ചു, സംഘടിപ്പിച്ച്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പച്ചൻ ഇപ്പൊ എവിടെയുണ്ട്, ജീവനോടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഞ്ഞിക്കുഴിയിലുണ്ട്. ഞാൻ കഞ്ഞിക്കുഴി ഇരിക്കുക. ഞാനൊരു ഓട്ടോ എടുത്ത് ഈ അപ്പച്ചനെ കാണാൻ, അപ്പച്ചന്റെ മകളുടെ വീട്ടിലാണ്. ഒരു ചെറിയൊരു സ്റ്റെപ്പ് കയറി പോണം. അപ്പം ഓട്ടോ വെളിയിൽ നിർത്തി ഞാൻ അകത്തോട്ട് കയറും. അപ്പൊ ഈ അപ്പച്ചൻ വെളിയിലോട്ട് വടിയും കുത്തി പിടിച്ച് ഇറങ്ങി വരികയാണ്. വന്ന ഉടനെ 20 വർഷം കഴിഞ്ഞ് കാണുന്ന നേരം, മോനെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. അപ്പച്ചൻ എന്നെ ഓർക്കുന്നുണ്ടോ? അടുത്ത ഡയലോഗ്, അതെന്താ മോനെ അങ്ങനെ ചോദിച്ചേ? 20 വർഷമായിട്ട് ഞാൻ എല്ലാ ദിവസവും മോനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. 20 years. ഞാൻ തലയിൽ കൈവച്ചു, ഞാൻ ഓർത്തിട്ട് പോലും ഇല്ല. ബട്ട് ഹി യൂസ്ഡ് ടു പ്രേ ഫോർ മീ എവറി സിംഗിൾ ഡേ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നു. 2 ആഴ്ച ഇവിടെ താമസിച്ചു, ഞങ്ങളുടെ കൂടെ താമസിച്ചു. അദ്ദേഹം അപ്പോഴും തുണി തന്നെയാണ് അലക്കുന്നത്. 2 ജോഡി ക്ലോത്തേ ഉള്ളൂ. വിറച്ച് തുണി അലക്കുമ്പോ എന്റെ ഭാര്യ എന്ന് പറഞ്ഞു, ഞാൻ അലക്കിത്തരാം എന്ന് പറഞ്ഞു, ഇല്ല മോളെ, അതെന്താണെന്നറിയോ, ഈ പ്രായത്തിൽ അപ്പച്ചന് ഇത്ര ആരോഗ്യം ദൈവം തന്നിട്ടില്ലേ? അപ്പൊ അപ്പച്ചന് ഇത് അലക്കുമ്പോ ദൈവത്തോട് ആരാധനയാ മോളെ, ഇത് ദൈവത്തോട് പറയുക, നന്ദി ദൈവമേ എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെയാ എന്ന് പറഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാലും ഭയങ്കര ബഹുമാനത്തോടെ സംസാരിക്കുന്നു, വെരി ഹംബിൾ. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങനെ 20 വർഷം കഴിഞ്ഞ് കണ്ടപ്പോൾ, you had grown so much closer to the Lord, much more. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ പരിജ്ഞാനത്തിൽ വളർന്നാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ നിൽക്കുക. അപ്പോഴാണ് ഇങ്ങനെ ഒരാളെ കർത്താവ് കാണിച്ചത്. ഒരു ദിവസം ഞാൻ ഇവിടെ ഒരു ന്യൂ ലൈഫ് ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഫോണിൽ 3 മിസ്ഡ് കോൾ ഈ അപ്പച്ചന്റെ കാണും. അത് ഞാൻ തിരിച്ചു വിളിച്ചപ്പം പറഞ്ഞു, മോൻ എപ്പോഴാണ് വീട്ടിലോട്ടൊന്ന് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച വരാൻ പറ്റും, തിരക്കാം. പറഞ്ഞു, അടുത്ത ആഴ്ച വരുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കൊരു വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, മൺഡേ വരാം. ഓക്കെ മൺഡേ രാവിലെ ഞാൻ കുറച്ച് ഗസ്റ്റുകൾ വന്നു, പാസ്റ്റേഴ്സ്, മിഷണറീസ് അവിടെ വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച്, ഇന്ന് വരാൻ പറ്റില്ല, നാളെ എന്ന് പറയാൻ വിളിച്ചിട്ട് ഫോൺ വർക്ക് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകാമെന്ന് വിചാരിച്ച് റെഡി ആയിക്കൊണ്ടിരുന്നപ്പം ഒരു ഫോൺ ഇങ്ങോട്ട് വരികയാണ്. അതെ, ചേസ് പാസ്റ്റർ അല്ലേ? അതെ. അപ്പച്ചൻ മരിച്ചു പോയി കേട്ടോ ഇന്നലെ രാത്രി. ഞാൻ ഞെട്ടിപ്പോയി. മരുമകനെ വിളിച്ച, പാസ്റ്ററെ വിളിച്ചു. 2-3 ദിവസം ചോദിക്കായിരുന്നു, ചേച്ചി വിളിച്ചായിരുന്നോ, വരുവോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. തിങ്കളാഴ്ച രാവിലെ, ഞാൻ തിങ്കളാഴ്ച ചെല്ലാന്നാ പറഞ്ഞു. രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടി, കുഞ്ഞു പിള്ളേര്, മകളുടെ മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചൻ ഇന്ന് പോവുക കേട്ടോ, അപ്പച്ചന്റെ വീട് കണ്ടു, ഇന്ന് പോവുക എന്ന് പറഞ്ഞു. നല്ല ബോധമാ. എന്നിട്ട് തുണിയെല്ലാം അലക്കി വെയിലത്തിട്ട് ഉണക്കി വൈകിട്ട് പ്രാർത്ഥിക്കാനിരുന്നപ്പം എല്ലാവരും പറഞ്ഞു, വാഴ്ത്തിടുന്നുള്ള പാട്ടൊന്ന് പാടാൻ പറഞ്ഞു. പിള്ളേര് പാടിയിട്ട് ശരിയായില്ല. അപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ പാടണ്ട, ഞാൻ പാടാം എന്ന് പറഞ്ഞ് മുഴുവൻ പാടിക്കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞങ്ങൾ മരിക്കുമായിരുന്നു. ഈ 2-3 ദിവസം അദ്ദേഹം എന്നെ കാത്തിരുന്നു. എന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു. അതെന്തായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ ഇടയുണ്ടായില്ല. പക്ഷെ he lived such a life എന്ന് പറഞ്ഞ ജീവിതാവസാനം ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ഒന്നും വേണ്ടായിരുന്നു കർത്താവിനെ അല്ലാതെ. നമുക്ക് ജീവിതാവസാനം ആകുമ്പോഴേക്കും തൃപ്തി കുറഞ്ഞു വരിക ചെയ്യുന്നത്. So he had a life that ran opposite to normal life, normal running, normal races. അപ്പൊ ഞാൻ ഒത്തിരി ആലോചിച്ചു, എന്തായിരിക്കും അപ്പച്ചനോട് പറയാൻ ആഗ്രഹിച്ചത്. അപ്പൊ എനിക്കൊരു കോൺവെർസേഷൻ ഓർമ്മ വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ ചർച്ചിൽ ഒരു മീറ്റിംഗ് ഞങ്ങളുടെ നടക്കുകയാണ്, കോട്ടേജ് മീറ്റിംഗ്. അപ്പൊ ഞാൻ അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചൻ 5 മിനിറ്റ് സംസാരിക്കും. അപ്പച്ചൻ പറഞ്ഞു, മോനെ ഞാൻ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും
പുള്ളി 5 മിനിറ്റ് 8:30 തുടങ്ങിയ പ്രസംഗം 11 മണിയായിട്ട് തീർന്നില്ല. അത് കാരണം പുള്ളി നിർത്താഞ്ഞതല്ല, പുള്ളി പല പ്രാവശ്യം നിർത്തിയെങ്കിലും ഈ വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ നിർത്തിപ്പിക്കുന്നില്ലായിരുന്നു. ചോദ്യങ്ങളും സംശയങ്ങളുമായിട്ട് 11 മണിയായി. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഈ അപ്പച്ചനോട് ചോദ്യം ചോദിച്ചു. ഞാൻ ഇത് മരിച്ച ശേഷം ഞാനിത് പ്രത്യേകമായിട്ട് ഓർത്തു. അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പച്ചൻ ഒത്തിരി റോളുകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു റോള്, അതായത് അപ്പനായിരുന്നു, ഭർത്താവായിരുന്നു, ഏതെങ്കിലും ഒരു റോള് നന്നായി ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ മോന് വിഷമാവോ? ഇല്ല, ഒന്നുമില്ല മോനെ. യേശു കർത്താവിനെ വെച്ച് നോക്കിയാൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. കർത്താവായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ല. എനിക്കൊന്നും ആവാൻ പറ്റില്ല മോനെന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായത് ഒരിക്കലും നമ്മളൊന്നും ആകുന്നതല്ല. യേശു ക്രിസ്തുവുമായി നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒന്നും ആകുന്നുമില്ല. പക്ഷെ നമ്മളെ ദൈവം പിതാവിന് മുമ്പിൽ അങ്ങനെ കൊണ്ട് നിർത്തും. അതൊരു ഭയങ്കര ദൈവകൃപയാണ്. ആ ദൈവകൃപയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന അവന്റെ കൃപാധനം, കൃപയുടെ അത്യന്ത ശക്തി. അപ്പൊ പരിജ്ഞാനത്തിന്റെ തലത്തിൽ ഒരു വളർച്ചയുണ്ട്. ആ വളർച്ച ക്രൈസ്റ്റ് ലൈക്ക്നെസ്സിലേക്ക് നമ്മൾ എത്തിക്കുന്നു. നമുക്ക് ഈ ലോകത്ത് വേണ്ട എന്ന് തോന്നുന്ന ഒരു സാന്റിഫിക്കേഷൻ, ദൈവത്തിന്റെ പ്രസാദമല്ലാതെ വേറെ ഒന്നിനെയും ശ്രദ്ധിക്കാത്ത, ദൈവത്തിന്റെ പ്രസൻസ്. ഇപ്പൊ ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ ഓർത്ത്, അന്ന് ഞങ്ങളുടെ അനിയത്തിയുടെ ഒരു കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു. നമുക്ക് 2-3 വയസ്സുള്ള, ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ഈ അപ്പച്ചനുള്ളപ്പം അപ്പച്ചന് കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ അപ്പച്ചനോട് ഒരു കാര്യം പറഞ്ഞു, മോനെ ഞാൻ ആ കുഞ്ഞിനോട് കളിക്കാനൊന്നും നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്താ കാര്യം? അതെന്താണെന്നറിയാമോ? നല്ല രസമാണ്, അതൊക്കെ ശരിയാണ്, ദൈവം തന്നതാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അപ്പച്ചന് ആ കുഞ്ഞുമായിട്ട് സംസാരിച്ചാൽ പിന്നെ ഏകാഗ്രത പോകും. പിന്നെ ആ കുഞ്ഞിന്റെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ സമയത്ത് എനിക്ക് അങ്ങനെ ഏകാഗ്രത കളയാൻ പറ്റത്തില്ല മോനെ, അതുകൊണ്ടാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. കാരണം സ്നേഹമില്ലാത്തോണ്ടല്ല, പക്ഷെ അത് ആ സമയത്ത് അങ്ങനെ ഇടപെട്ടാൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. He doesn't want anything. ഞാനിത് പറയാൻ കാരണം ക്രിസ്തുവിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്ത് ഒരു പരിധി വരെ ഇതിന്റെ പല ഗ്ലിംസസ്, ഒറ്റക്കാഴ്ചകൾ പല സ്ഥലത്തും പല ആളുകളിലും നമുക്ക് കാണാൻ പറ്റും. നെവർ പെർഫെക്റ്റ്. ദിസ് മാൻ വാസ് നോട്ട് പെർഫെക്റ്റ്. ഞാൻ ഈ പറഞ്ഞ ആൾ പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. ഈ വാസ് ആൻ എക്സാമ്പിൾ. എങ്ങനെ നടക്കണമെന്നുള്ളത്. ജീവിതം നോക്കി നമുക്കൊന്നും പഠിക്കാനൊന്നുമില്ല. എനിക്ക് അതുപോലെ നടക്കാനൊന്നും അങ്ങനെയല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. വി കനോട്ട് ഫോളോ എനി ഹ്യൂമൻ ബീങ്. പക്ഷെ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാൻ അവർക്ക് പറ്റും. There's a Christ way that we all can live. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പം ഒരു മെച്യൂർ ഓഡിയൻസിനെ അത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കാരണം അല്ലാത്തവരുടെ ഒരു ലൈഫിലെ ലക്ഷറിയും പ്ലഷറും റെസ്റ്റും, അതായത് ഈ ലോകത്തിലെ ഒരു റെസ്റ്റും ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഭയങ്കര അസമാധാനം ഉണ്ടാവും. പക്ഷെ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ മോഹം ഉള്ളിൽ വന്നിട്ടുള്ള മെച്യൂർ ക്രിസ്ത്യൻസിന് മാത്രമേ ഇങ്ങനെ ഒരു ലൈഫിൽ നിന്ന് ആനന്ദം ഉണ്ടാകൂ എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മെച്യൂരിറ്റിയെ കുറിച്ച് പ്രസംഗിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതെങ്കിലും, അതായിരുന്നു നിയോഗമെങ്കിലും, ഇത് എത്ര പേര് കേൾക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം പൗലോസ് പറഞ്ഞതുപോലെ ആരുടെയൊക്കെ ചെവി മന്ദമല്ല, അവർക്ക് മാത്രമേ ഇത് രസിക്കാൻ പറ്റുള്ളൂ. യെശയ്യാവ് 50:4 പറയുന്നത്, ശിഷ്യന്മാരുടെ ചെവി എനിക്ക് നീ തരണമെന്ന് പ്രാർത്ഥന. നിനക്ക് ഞാൻ ശിഷ്യന്മാരുടെ ചെവി തന്നിരിക്കുന്ന കേൾക്കേണ്ടതിന്. ശിഷ്യന്മാർക്കൊരു ചെവിയുണ്ട്, അതൊരു പ്രത്യേകതരം ചെവിയാണ്. മറ്റുള്ളവർ കേൾക്കാത്തതാണ് അവർ കേൾക്കുന്നത്, മറ്റുള്ളവർക്ക് രസിക്കാത്തതാണ് അവർ എൻജോയ് ചെയ്യുന്നത്. അപ്പൊ ദൈവം ആ ചെവി തുറന്നു തന്നെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്ഷനെ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. യെശയ്യാവ് 50:4 നമുക്ക് വായിക്കാം.
തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അപ്പൊ എന്റെ ചെവി ഉണർത്തപ്പെടും. അതാ കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഉണർത്തപ്പെട്ട ചെവികളുള്ളവർക്ക് മാത്രമേ ഇത് കേൾക്കാൻ പറ്റും. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന്. അപ്പൊ ശിഷ്യന്മാർ കേൾക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അവര് കേൾക്കുന്ന പോലെ ഞാനും കേൾക്കണമെങ്കിൽ എനിക്ക് ഉണർത്തപ്പെട്ട ചെവികൾ ഉണ്ടാകണം. ഓക്കെ. അപ്പോൾ ആ ചെവിയുടെ എക്സാമ്പിൾ ആണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ ഉപമകൾ. യേശുക്രിസ്തു ഉപമകളായിട്ട് എന്തുകൊണ്ടാണ് പ്രസംഗിച്ചതെന്നുള്ള കാര്യം വലിയൊരു ചോദ്യമായിരുന്നു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത് എന്തിനാ ഉപമകളായിട്ട് സംസാരിച്ചത്? അപ്പൊ കർത്താവ് പറയുന്നത് വളരെ രസകരമാണ്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് വിതക്കാരന്റെ ഉപമ. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. കുറെ വഴിയരികിൽ വീണു, കുറെ പാറസ്ഥലത്ത് വീണു, കുറെ മുള്ളിനിടയിൽ വീണു, കുറെ നല്ല നിലത്ത് വീണു. പാറസ്ഥലത്ത് വീണത് പക്ഷി കുത്തിക്കൊണ്ടുപോയി, മുള്ളിനിടയിൽ വീണത് ഞെരിഞ്ഞുപോയി, പാറപ്പുറത്ത് വീണത് മണ്ണില്ലാത്തതിന് ഉണങ്ങിപ്പോയി, നല്ല നിലത്ത് വീണത് 100, 60, 30 മേനിയായി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കർത്താവ് പോയി എന്ന് പറഞ്ഞാൽ ആ ഉപമേന്ന് പോയി. പിന്നെ അത് പറയുന്നില്ല, അർത്ഥമൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പുരുഷാരത്തിൽ നിന്ന് കേൾക്കുക, എന്റെ കർത്താവ് എന്തോ പറഞ്ഞു? വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറെ വഴിയരികെ വീണു വിത്ത്. അപ്പൊ സൂക്ഷിച്ച് വിതയ്ക്കണം, അതായിരിക്കും ഉദ്ദേശം അല്ലേ? കുറെ പാറപ്പുറത്ത് വീണു. അപ്പൊ വിത്ത് വെറുതെ വേസ്റ്റ് ആക്കരുത്. എന്താ ഉദ്ദേശിച്ചത്? കൃഷിപ്പണി പഠിപ്പിക്കണോ? കുറെ നല്ല നിലത്ത് വീഴണം. അപ്പം വിതയ്ക്കുമ്പോൾ നല്ല നിലത്ത് വീഴണം, അതാണ് പഠിപ്പിച്ചത്. ഗുഡ്. അപ്പൊ സൂക്ഷിച്ച് കൃഷി ചെയ്യണം. ഇത് കൂടുതൽ എന്ത് മനസ്സിലാക്കാനാ അതിനകത്ത്? ഒന്നും മനസ്സിലാകത്തില്ല. ഇങ്ങനെ കുറെ ഉപമകളൊക്കെ കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്റെ കർത്താവേ, നീ എന്തിനാണ് ഇങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഉപമകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആർക്കെങ്കിലും എന്തിനും മനസ്സിലാവൂ? എന്താ നീ ഇങ്ങനെ പറയുന്നത്? ഇപ്പൊ ഞാൻ നിങ്ങളോട് സൂമിൽ വന്ന് സംസാരിക്കാം, കുറെ ഉപമകൾ പറഞ്ഞു, ആർക്കും ഒന്നും മനസ്സിലായില്ല. പാസ്റ്ററിനോട് ചോദിക്കുക, എന്താ നിങ്ങൾ ഇങ്ങനെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ സംസാരിച്ചത്? ഉടനെ കർത്താവ് പറഞ്ഞ മറുപടി എന്താ പറയാ? അത് അവര് കണ്ടിട്ടും കാണാതെ, കേട്ടിട്ടും ഗ്രഹിക്കാതെ, അവര് ഹൃദയം തകർന്ന് മാനസാന്തരപ്പെടാതെ ചെയ്യാതിരിക്കേണ്ടത്. അവരുടെ കണ്ണ് കുരുടാക്കി അങ്ങനെ ആക്കിയേക്കുന്നതാണ്. അതവർ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാന്നാ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഉപമകളായിട്ട് പറഞ്ഞെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്? അവരത് മനസ്സിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആദ്യം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി വായിച്ചപ്പോ, എന്താ കർത്താവ് അങ്ങനെ ചെയ്തു? നമ്മൾ ഉപമയായിട്ട് പറയുമ്പോൾ സംഗതി സിമ്പിൾ ആക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഉപമകൾ പറയുന്നത്? യേശുക്രിസ്തു സംഗതി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയാണ് ഉപമ പറയുന്നത്. ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഈ വിതയ്ക്കുന്നവന്റെ ഉപമ ഏറ്റവും എളുപ്പമുള്ളൊരു ഉപമയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ? അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഉപമകൾ ഓരോ, അത്ര സിമ്പിൾ അത്. പക്ഷെ നമുക്കിത് എപ്പോഴാണ് മനസ്സിലായത്? രാത്രി ശിഷ്യന്മാര് അവന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അവര് പോയവര് പോട്ടെ, ഞങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടും വചനത്തിന്റെ വെളിപ്പാട്, അർത്ഥം. എന്ത് ചെയ്യണം? എല്ലാം ഉപേക്ഷിച്ച് അവന്റെ പുറകെ ചെല്ലണം. ശിഷ്യന്മാരെ പോലെ കേൾക്കണം, വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കണം, രാത്രി ചെന്ന് ഇരിക്കണം. കർത്താവ് ഇതിന്റെ അർത്ഥം പറഞ്ഞു തരണം, ഇതെനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പൊ പുറകെ ചെന്നവര് നിസ്സാര ആൾക്കാരല്ല കേട്ടോ. യേശുവിന്റെ പിന്നാലെ ചെന്ന ആൾക്കാര് സകലതും കർത്താവിനോട് ഉപേക്ഷിച്ചവരാ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. അപ്പൊ നമ്മൾ ഈ ലോകത്തിന്റെ മഹത്വത്തെ വേണ്ട എന്ന് വെക്കും തോറും, ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മൾ നടക്കും തോറും, there is an increased revelation, increased degree and quality of revelation. വെളിപ്പാടുകൾ ക്ലിയർ ആകാൻ തുടങ്ങും, വചനം ക്ലിയർ ആകാൻ തുടങ്ങും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അത് വിലയുള്ളതാണ്. അത് ചുമ്മാ വാരി കൊടുക്കുന്നില്ല.
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം അത് കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാം ത്യജിച്ച് ചവറന്ന് എണ്ണുന്നു. ബിക്കോസ് the knowledge of Christ is so precious. The word, explanation, exposition, exegesis, the meaning of the word. വചനത്തിന്റെ വ്യാഖ്യാനം, അർത്ഥം, അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതല്ല, അനുസരണം കൊണ്ടോ അനുഗമനം കൊണ്ടോ മനസ്സിലാക്കുന്നതാണ്. So when you follow Christ, he will continuously teach you, talk to you. എപ്പോഴും അവന്റെ ഇടപെടലുകൾ ഉണ്ടാകണമെങ്കിൽ we need to be with him. അതാണ് മെച്യൂരിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളം. We will listen to him എന്നുള്ളതാണ്. അപ്പൊ ശിഷ്യന്മാരെ പോലെ കേൾക്കുന്ന ക്യാരക്ടർ, അവൻ നമ്മോട് പറയുന്ന കമ്മ്യൂണിക്കേഷൻ, ആത്മാവിൽ നമുക്ക് ലഭിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, എന്താണ് അവന്റെ ഇഷ്ടം എന്നുള്ള വെളിപ്പെടുത്തലുകൾ. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, the biggest need for me is that Jesus should reveal his will to me. നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കണം. That's what I need the most. ഈ അവറിലെ ഏറ്റവും വലിയ നീഡ് അതാണ്. അപ്പൊ ഞാൻ നീഡിന് മേലിലായിരിക്കുന്നേ. ഒരു 2 years ബാക്ക് ഞാൻ തൃശ്ശൂരിലൊരു മീറ്റിംഗിൽ സംബന്ധിക്കുന്ന സമയത്ത് ഒരു 25 year old ഒരു മാൻ, അദ്ദേഹം പ്രസംഗത്തിന് മുമ്പ് ഒരു യങ് മാൻ പ്രസംഗത്തിന് മുമ്പ് ഒരു പാട്ട് പാടി, ഇംഗ്ലീഷിലും മലയാളത്തിലും. ആ പാട്ട് പഴയകാലത്ത് ഫാനി ജെ ക്രോസ്ബി എഴുതിയ ഒരു പാട്ടാണ്. ഫാനി ജെ ക്രോസ്ബിയെ കുറിച്ച് നിങ്ങൾ അറിയാമായിരിക്കും, ബ്ലൈൻഡ് ഹിം റൈറ്റർ. അതിങ്ങനെയാണ്: പോകല്ലേ കടന്നെന്നെ, പാസ് മീ നോട്ട് എ ജെന്റിൽ സേവിയർ. പഴയൊരു പാട്ടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ പോകല്ലേ കടന്നെന്നെ എന്നുള്ള പാട്ട്? ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായി. ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവ് എങ്ങനെയാണ് എന്നെ വിട്ട് നീ പോകുന്നത്? മലയാളത്തിൽ പാടുമ്പം അപ്പുറത്തിരിക്കുന്നവരെ നീ ദർശിക്കുമ്പോൾ എന്നെയും കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം 32 പേര് ഇവിടെ ഉണ്ട്. അപ്പൊ കർത്താവ് 30-31 പേരെ കാണുമ്പോൾ എന്നെ കാണാതെ പോകല്ലേ എന്നാണ് ആ പ്രാർത്ഥന. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെ കർത്താവ് എന്നെ ഇട്ടിട്ട് പോവോ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ശരിയാണോ? കത്തോലിക്കരുടെ പ്രാർത്ഥന പോലെ ഉണ്ടല്ലോ, ഒരു റൊമാൻറ്റിക്. കത്തോലിക്കരുടെ പാട്ടുകളെല്ലാം ഭയങ്കര റൊമാൻറ്റിക്കാ. യേശുവിനോട് പറയുന്നതെല്ലാം വലിയ റൊമാൻറ്റിക് കാര്യങ്ങളാണ്. ഞാൻ പാട്ട് ശ്രദ്ധിച്ചറിയാം. ഇവരെ ഈ ഭക്തിഗാനങ്ങൾ ഇറക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഓക്കെ. പക്ഷെ ഞാൻ അന്നേരം സ്റ്റേജിലേക്ക് പോകട്ടെ. ഈ പാട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. സ്റ്റേജിലേക്ക് പോയി പുൽപ്പിറ്റിൽ നിന്ന് ബൈബിൾ തുറന്നു വെച്ചു. എന്റെ കയ്യിൽ ഈ ബൈബിൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, പക്ഷെ ബൈബിൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊരു വരയൊന്നുമില്ല, സ്ലിപ്പില്ല, കുറിപ്പില്ല, പേനയില്ല, ഡയറി ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ദ ബൈബിൾ ആൻഡ് മീ. ഞാൻ ബൈബിൾ ആ പുൽപ്പിറ്റിൽ തുറന്നു വെച്ചു. ഉടനെ കർത്താവിന്റെ ആത്മാവിനോട് ഒരു ചോദ്യം ചോദിച്ചു. 1 second, ഇവരോട് എന്താണ് പറയേണ്ടതെന്ന് നിനക്കറിയാമോ? അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒന്ന് ഉത്തരം തന്നില്ല, അറിയാമെന്നാണ്. കാരണം ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ബേസിക്കലി പാവം എന്താണെന്നും മാനസാന്തരം എന്താണെന്നും പറയേണ്ടി വരും. ഞാനത് അങ്ങനെ അതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ നല്ല പ്രസംഗം പറയാൻ വേണ്ടി പോകുന്ന ആളല്ല. എന്നെ സംബന്ധിച്ച് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം അവതരിപ്പിച്ചേ പറ്റൂ എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയാം എന്താണ്. ഉടനെ കർത്താവ് ഒരു നിശബ്ദത ഞാൻ അനുഭവിക്കാം ആത്മാവിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി പാട്ടിന്റെ അർത്ഥം. ഈ ഇത്രയും പേരോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാമെങ്കിൽ പിന്നെ കർത്താവിന് എന്നെ കടന്നു പോകാമല്ലോ. ഞാൻ നോക്കിക്കോളൂല്ലേ. ഉടനെ എനിക്ക് മനസ്സിലായി, ഐ ആം ഇൻ എറർ. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവെ എന്നെ കടന്നു പോകല്ലേ. പാട്ട് എന്റെ ഉള്ളിലേക്ക്, എന്നെ കടന്നു പോകല്ലേ. ഈ പുൽപ്പിറ്റിൽ നീ എന്നെ അനാഥനാക്കി വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും? I will stand here like a fool. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ആണ്. കർത്താവ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗ്രോത്ത്, പെർഫെക്ഷൻ. മനുഷ്യരുടെ ലൈഫ് നോക്കി കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ പെർഫെക്ഷൻ എന്നും പക്വത എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മക്കൾ വളർന്ന് സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ പെർഫെക്ഷൻ എന്ന് വിളിക്കാം, അല്ലെ പക്വത പ്രാപിച്ചെന്ന് പറയും. പക്ഷെ കർത്താവ് അങ്ങനല്ല, നേരെ തിരിച്ച. അവനെ കൂടാതെ രാവിലെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആലോചിക്കുക.
കർത്താവെ നീ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് ഞാൻ വരുന്നതിനെയാണ് ക്രിസ്ത്യാനിറ്റിയില് ദൈവത്തിന്റെ ഭാഷയില് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ആ പെർഫെക്ഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് ക്രൈസ്റ്റ് ഐ കനോട്ട് ഈവൻ ടോക്ക് ടു മൈ ചിൽഡ്രൻ. If Christ is not there, I am a dumb duck, lame duck. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, worthless. അപ്പൊ Christ is so important. I am thirsting for him, his presence. അതില്ലാതെ എനിക്ക് പറ്റില്ല. That takes away my breath. ആ ഒരു ഡിപ്പെൻഡൻസ് ആണ് ശരിക്കും നമ്മൾ വളരുന്നു എന്നുള്ളതിന്റെ തെളിവ്. വി ആർ ഗ്രോയിങ് ഇൻ ടു എ ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. അപ്പൊ ദൈവിക കൃപാദാനങ്ങളുടെ പങ്കുവെക്കൽ ഓൺ എ ഡെയിലി ബേസിസ് വെൻ വി ലിവ് ഇൻ ഫെയ്ത്ത്, വി ആർ സ്ലോലി പെർഫെക്റ്റഡ് ബൈ ഹിസ് ഗ്രേസ്. നമ്മുടെ പെർഫെക്ഷനിലേക്ക് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കും. അത് അവന്റെ പരിജ്ഞാനത്തിലുള്ള പെർഫെക്ഷനാണ്. നമ്മൾ അവനെ അറിയുന്നു. അങ്ങനെയുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ അപ്പച്ചന്റെ കാര്യം പറഞ്ഞ പോലെ, നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. റിച്ച് എൻട്രൻസ്. ഹി നോസ് ഹി വിൽ ഗോ ദേർ. കാരണം ഈ അടുത്തുള്ള ദൃഷ്ടിയില്ല, ദൂരദൃഷ്ടിയേ ഉള്ളൂ. ഇനി ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നതിന് നമ്മൾ രണ്ട് തലത്തിൽ അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഒന്ന്, പെർഫെക്ഷന്റെ സമയത്ത് നമുക്ക് ലഭിക്കുന്ന റിവാർഡാണ് ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം. വി ബിക്കം ലൈക്ക് ഹിം. അതാണ് എന്റെ പെർഫെക്ഷൻ. ക്രൈസ്റ്റ് ഈസ് പെർഫെക്റ്റ് ആൻഡ് ഐ ബിക്കം പെർഫെക്റ്റ് ലൈക്ക് ഹിം അറ്റ് മൈ റിസറക്ഷൻ. അപ്പൊ റിസറക്ഷന്റെ സമയത്ത് എനിക്ക് ലഭിക്കുന്ന ഗ്ലോറി. ഈ പെർഫെക്ഷൻ എന്താണ്? എന്തിനാണ് ഞാൻ മരിക്കുന്നത്? വാട്ട്സ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഡെത്ത് ആൻഡ് പെർഫെക്ഷൻ? നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വൈ ഡെത്ത് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ അവർ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഒരു പിക്ചർ വരയ്ക്കാൻ പോകുന്നു. പിക്ചർ അല്ല, ഒരു ഗ്രാഫ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പാപത്തിൽ കിടക്കുന്ന ഒരാളായിരുന്നു. ഈ പാപത്തിൽ ഒരു ദിവസം ഞാൻ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു. ഞാൻ ഉയരത്തിലോട്ട് വന്നു. നന്നായി, കുറച്ച് നന്നായി, ഭയങ്കര സന്തോഷമായി. സുവിശേഷം പറയാൻ തുടങ്ങി. ഒരു ആദ്യ ജോയി ഉണ്ടല്ലോ, ആദ്യത്തെ ആനന്ദം, അതിങ്ങനെ അനുഭവിക്കുമായിരുന്നു. അങ്ങനെ കുറെ നേരം പോയി കഴിഞ്ഞപ്പോ ഈ സ്ലോപ്പ് ഇത്തിരി കുറഞ്ഞു. ചർച്ചിലെ ആനന്ദം കുറഞ്ഞു, ആൾക്കാരോട് സംസാരിക്കുന്നതിലുള്ള ആനന്ദം കുറഞ്ഞു, സുവിശേഷം പറയുന്ന കുറഞ്ഞു. നമ്മളിങ്ങനെ ഒരുമാതിരി സ്ലോപ്പായി പോയി. ഇതാണ് ലക്ഷ്യം എന്ന് വെച്ചു. പിന്നെ കുറച്ച് ഉഴപ്പി ഇത്തിരി താഴോട്ട് പോയി. അന്നേരം നല്ലൊരു പ്രസംഗം കേട്ടു, നല്ലൊരു അടി കൊണ്ടു കർത്താവിന്റെ അടുത്ത് നിന്ന്. ചാടി കയറി, ഉപവാസമായി, പ്രാർത്ഥനയായി, ഭയങ്കര ബൈബിൾ വായനയായി, കുറെ അങ്ങനെ പോയി. പിന്നെ അത് കുറഞ്ഞു വന്ന് ഇങ്ങനെ കുറഞ്ഞ് ഇത്തിരി ഇടിഞ്ഞു പോയി. അപ്പുറം പാസ്റ്ററെ പഴയ പോലെ ഒന്നും പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, സന്തോഷമില്ല എന്നൊക്കെയുള്ള അവസ്ഥയായി. അങ്ങനെ ഇരിക്കെ ഒരടി കൂടെ കിട്ടി, അല്ലെങ്കിൽ വേറൊരു ഡിസിപ്ലിനിങ് ആക്ട് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രസംഗം, ഒന്നൂറ് പ്രസംഗം, കർത്താവ് വരാൻ പോവാ, പെട്ടെന്ന് ഹൃദയത്തിനകത്ത് കത്തി, പിന്നെയും കയറി, പിന്നെയും ഉഴപ്പി, പിന്നെയും കയറി. ഒരു ഇത്തിരി കടന്നുപോയി കേട്ടോ. ഞാനത് അത്രയും പോകാൻ പാടില്ല, അത്രയും പോയി എനിക്ക് വരയ്ക്കാൻ പ്ലേസ് ഇല്ല. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതെന്താ പറ്റി? ഓക്കെ, ഇങ്ങനെ വന്ന് കയറി ഇറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ ആയപ്പോ ഞാൻ അങ്ങ് മരിച്ചുപോയി, തീർന്നു. എവിടെ വെച്ച് ഞാൻ മരിക്കുന്നു? എന്റെ ഓട്ടത്തിന്റെ ഗ്രാഫ് നോക്കി. ഇടയ്ക്ക് താഴ്ചയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു വര ഇവിടെ നിന്ന് ഈ എൻഡ് പോയിന്റോട്ട് ഒരു വര വരച്ചാൽ ഞാൻ താഴോട്ടല്ല പോയേക്കുന്നത്, അതുറപ്പാ, മുകളിലോട്ടോ പോയേക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ പെർഫെക്ഷന്റെ യാത്രയിൽ വീഴ്ച അനുഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വീഴുന്നില്ല, നശിച്ചു പോകുന്നില്ല. ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇതിന്റെ എല്ലാം നമുക്ക് പലപ്പോഴും സ്ലിപ്പ് ആവുന്നുണ്ട്, പക്ഷെ വി ആർ നോട്ട് ഫാളിങ് ഇൻ ടു ദ ആബിസ്. അവസാനം നമ്മളൊരു പോയിന്റ് വരുമ്പോഴേക്കും മരിക്കുക.
ഓക്കെ, ഇത് വരച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ഇതിനിടയ്ക്ക് മാത്സ് പഠിക്കേണ്ട കാര്യമുണ്ടോ. ഇവിടെ നമ്മൾ മരിക്കുന്ന പോയിന്റിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? ദ ഡിവൈൻ ഗ്രേസ് ഓഫ് ഗോഡ് പെർഫെക്ട്സ് us. അവിടെ തീർന്നു. മരണം എന്ന് പറയുന്നത് കംപ്ലീറ്റ്സ് ഔർ ജേണി. ശരിക്കും മരണത്തെ കുറിച്ചായിരുന്നു പഠിക്കേണ്ടത്. കാരണം ശരിക്കും നമ്മുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് when we die or when we are transformed into his likeness at the time of rapture. ആ സമയത്ത് നമ്മുടെ ഓട്ടം തീരുവ. കർത്താവിന്റെ ഹോളിനെസ് ഒരു 40 നില കെട്ടിടമാണെങ്കിൽ വി ആർ റണ്ണിങ് ടുവേർഡ്സ് ദ ടോപ്പ് സമ്മിറ്റ്. പക്ഷെ ചിലപ്പോൾ ഞാൻ 4ാമത്തെ നിലയിൽ മരിച്ചേക്കാം. ചിലപ്പം ക്രൂശിലെ കള്ളനെ പോലെ ഒരു 3 മണിക്കൂർ എനിക്ക് ഓടാൻ കിട്ടിക്കാണുള്ളൂ, അല്ലെ 1 മണിക്കൂർ. ചിലപ്പോൾ ഞാൻ 50 വർഷം ഓടി ഒരു 20ാമത്തെ നിലയിൽ എത്തിയേക്കാം. ഈ യാത്രയാണെങ്കിൽ ഒരു 100 വർഷം എടുത്താലും മുകളിൽ എത്തുകയില്ല. നേരെ ഒറ്റപ്പോക്കാരും നേരെ കർത്താവ് പോലെ പോയനെ 3.5 വർഷം മതിയായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനൊന്നും പോവില്ല. പക്ഷെ ഏത് നിലയിൽ നമ്മൾ മരിച്ചാലും നമ്മുടെ നോട്ടം മുകളിലോട്ടാണെങ്കിൽ നമ്മളെ അവൻ പൂർണ്ണ വിശുദ്ധരായിട്ട് തന്നെയാണ് അംഗീകരിക്കുന്നത്. അതിനെ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന പെർഫെക്ഷൻ എന്നാണ് പറയുന്നത്. ഗോഡ് ഗീവ്സ് ദാറ്റ് പെർഫെക്ഷൻ. നമ്മൾ ഒരിക്കലും അത് ഈ ഭൂമിയിൽ വെച്ച് ഏൺ ചെയ്യുന്നില്ല. മരിക്കുന്ന മോമെന്റിലും വി ആർ നോട്ട് ഗ്ലോറിഫൈഡ്. പക്ഷെ മരിച്ചാൽ ആ സമയത്ത് കർത്താവ് എന്ത് ചെയ്യാണ്? ഓട്ടം അവസാനിപ്പിച്ച് നാം എന്തിനെ ലക്ഷ്യമാക്കി ഓടിയോ ആ പ്രതിഫലം നമുക്ക് അവൻ സൗജന്യമായി നൽകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കൃപയിലാണ്. ഓക്കെ, അപ്പോൾ വിശ്വാസം ജെനുവിൻ ആണെങ്കിൽ, ഇവിടെ വിശ്വാസത്താലാണ് ഇതെല്ലാം നടക്കുന്നത്. വിശ്വാസം ജെനുവിൻ ആണെങ്കിൽ അതിനോടുകൂടി വീര്യവും എല്ലാം ആഡ് ചെയ്ത് സ്നേഹം ആഡ് ചെയ്ത്, ഈ സ്നേഹത്തിന്റെ പെർഫെക്ഷൻ ആവേണ്ടത് ഈ ലൈനിന്റെ മുകളിൽ സ്നേഹം എന്ന് വിചാരിച്ചു. സോ വി നെവർ ബിക്കം ലൈക്ക് ക്രൈസ്റ്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് നമ്മൾ ഒരിക്കലും ക്രിസ്തുവിനെ പോലെ പെർഫെക്റ്റ്ലി അങ്ങനെ ആകുന്നില്ല. ബട്ട് വെൻ വി ഡൈ when we are resurrected, we are glorified. We are glorified like him. അവനെ പോലെ നമ്മളെ അവൻ രൂപാന്തരപ്പെടുത്തുകയാണ്. ദൈവപിതാവിന് മുമ്പിൽ നമ്മളെ തേജസ്സോടെ നിർത്തുവാൻ വേണ്ടി നമ്മുടെ മർത്യ ശരീരങ്ങളെ അവൻ ഉയർപ്പിച്ച് ആനന്ദത്തോടെ കർത്താവിന് മുമ്പിൽ നിർത്തുന്ന ആ ഒരു തലത്തെയാണ് നമ്മൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ മരണത്തിനകത്ത് സംഭവിക്കുന്ന എന്താണ്? കുറച്ച് നമ്മൾ മരിക്കുമ്പോൾ എന്താ സംഭവിക്കും? ശരിക്കും മരിക്കുമ്പോൾ എന്താ സംഭവിക്കും? എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? പണ്ടൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്ന മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഇടസ്ഥലമുണ്ട്, ഒരു പർദീസ, അബ്രഹാമിന്റെ മടി, അങ്ങോട്ടാ പോകുന്നത്. പിന്നെ കുറെ നാൾ കഴിഞ്ഞ കർത്താവിന്റെ അടുത്ത് പോകുന്നത് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ബൈബിൾ അങ്ങനല്ല പറയുന്നത്. ബൈബിൾ പറയുന്നത് വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നത്. എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്ന ക്രിസ്തുവാണ്. മരിക്കുന്ന ലാഭം എന്തുകൊണ്ട്? പോയി കിടന്ന് ഉറങ്ങാന്നുള്ളതല്ല, അല്ല എവിടെയെങ്കിലും പോയി ചുമ്മാ ഇരിക്കാന്നുള്ളതല്ല, കർത്താവിന്റെ അടുത്ത് പോകാന്നുള്ളതാണ്. എന്റെ സന്തോഷം മുഴുവൻ ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞ് ഉറങ്ങിക്കിടക്കാന്നുള്ളതാണോ സന്തോഷം? അല്ല, ഇവിടുന്ന് വിട്ടുപിരിഞ്ഞ് കർത്താവിന്റെ കൂടെ ഇരിക്കാന്നുള്ളതാണ്. ഈ നമ്മൾ മരിക്കുമ്പോൾ ഉറങ്ങുവാന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഉറങ്ങുവാന്ന് നമ്മൾ പറയുന്നത് ഒരു ദുരുപദേശമാണ്, സോൾ സ്ലീപ്പിംഗ്. ആ ദുരുപദേശം പറയുന്ന ലോകത്തിലെ ഏക സഭ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉറങ്ങുകയല്ല, നമ്മുടെ ആത്മാവ് കർത്താവിന്റെ കൂടെ റെസ്റ്റ് ചെയ്യുകയാണ്. റെസ്റ്റിംഗ് ഈസ് നോട്ട് സ്ലീപ്പിംഗ്. നമ്മൾ നിദ്ര പ്രാപിച്ചു എന്ന് ബൈബിളിൽ പലപ്പോഴും പറയുന്ന വാക്ക്, അതൊരു പ്രയോഗം. ശരിക്കും ആ ഒരു പ്രയോഗത്തിൽ നമ്മൾ ഉറങ്ങുന്നുള്ള അർത്ഥത്തിലല്ല. അത് കർത്താവിന്റെ കൂടെ നമ്മൾ ഈ ലോക സംബന്ധമായി നോക്കുന്ന നമ്മൾ ഉറങ്ങുവാണ്. പക്ഷെ നമ്മുടെ ആത്മാവ് ഉറങ്ങുമല്ല. ആത്മാവ് മനുഷ്യൻ നോക്കുമ്പം വി ആർ ലൈക്ക് സ്ലീപ്പിംഗ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അലങ്കാരം നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇൻ ഗോഡ്സ് പ്രസൻസ് വി ആർ റിജോയ്സിങ്. അപ്പൊ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ മരിച്ചവരെല്ലാം കർത്താവിനെ സ്തുതിക്കുന്നുണ്ടോ? ഉണ്ടോ? പഴയ നിയമത്തിലില്ലായിരുന്നു. കാരണം ഒരു റിസറക്ഷൻ അനുഭവിച്ചിട്ടില്ല. ആത്മാവിന്റെ വീണ്ടെടുപ്പ്, കർത്താവിന്റെ അടുത്തേക്ക് അവരുടെ ആത്മാക്കളെ ചേർക്കുന്ന
ആ ഒരു പ്രോസസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനല്ല. യേശുക്രിസ്തു മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ പാതാളത്തിലേക്ക്, ആ പറുദീസയിലേക്ക് അവൻ ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ആത്മാക്കളെ ഡെലിവർ ചെയ്തു, ലിബറേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇപ്പൊ മരിച്ച എന്താ സംഭവിക്കുന്ന? എന്റെ ശരീരം മണ്ണിലേക്ക് പോവുകയും എന്റെ ആത്മാവും പ്രാണനും, രക്ഷിക്കപ്പെട്ട എന്റെ പ്രാണനും കർത്താവിന്റെ പ്രസൻസിലേക്ക് കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ പുനരുത്ഥാനത്തിന് വേണ്ടി ഞാൻ പിന്നെ കാത്തിരിക്കുക. ഈ പുനരുത്ഥാനത്തിലാണ് എനിക്കൊരു ശരീരം ലഭിച്ച് ഞാൻ കാണാനും കേൾക്കാനും അറിയാനും എല്ലാം തുടങ്ങുന്നത്. കാരണം ഈ കണ്ണും മൂക്കൊക്കെ വേണ്ടേ? ഞാൻ മരിക്കുമ്പോൾ എന്റെ കണ്ണും മൂക്കും ഇന്ദ്രിയങ്ങളും ബ്രെയിനും എല്ലാം പോയി. ഞാനുണ്ട്, ഞാൻ കർത്താവിന്റെ അടുത്തോട്ട് പോയി. എനിക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും അറിയാനും പറ്റില്ല, ഒന്നും കേൾക്കാനും പറ്റില്ല. എനിക്ക് ആകെ ഈ ആത്മാവിൽ ആനന്ദിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ദൈവത്തിന്റെ പ്രസൻസിലുള്ള ഒരു ആത്മീകമായ അതിഭയങ്കരമായ ആനന്ദത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ആൾക്കാർ മരിക്കുന്ന സമയത്ത് ആ ദൂതന്മാർ വന്നിരിക്കുന്നു, എതിരേൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാടുന്നു. We are taken into the presence of the Lord, not the body. അത് വരുമ്പോഴാണ് നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഞരക്കത്തോടെ കാത്തിരിക്കുക, ആ ദിവസം വരാൻ വേണ്ടി. എത്ര നാൾ ചോദിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ വി ആർ റെസ്റ്റിംഗ് ജോയ്ഫുള്ളി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. മരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന പാപത്തിന്റെ ശിക്ഷയാണെന്ന് അല്ല. നമ്മൾക്കിനി പാപത്തിന്റെ ശിക്ഷയായ മരണമില്ല. നമ്മുടെ എല്ലാ പാപങ്ങളുടെയും ശിക്ഷ യേശുക്രിസ്തുവിന്റെ മേലിലായതാണ്. ഇനി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ മരിക്കണ്ട, കർത്താവ് മരിച്ചതാണ്. അപ്പൊ ശരിക്കും എന്താ മരണം എന്ന് പറയുന്നത്? ഈ പെർഫെക്ഷൻ എങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഒരു പിക്ചറോട് വരച്ച് നിങ്ങളെ ഇത് കാണിക്കാം. ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ രണ്ട് ഗവൺമെന്റുകളെ കുറിച്ച് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. കാരണം എഫ് എസ് ലേഖനത്തിൽ 3-ാം അധ്യായം പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ഗവൺമെന്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതില് ഈ ഗവൺമെന്റ്, ഇതാണ് പുറമേ ഉള്ള മനുഷ്യൻ. അത് പ്രാണനും ശരീരവും തമ്മിലുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ ഇതിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇത്ര നാള്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അകം മനുഷ്യനുണ്ടായി, ആത്മാവിലുള്ള പുതിയ സൃഷ്ടി. ആത്മാവിന്റെ ചിന്തകൾ വന്ന് ഈ പ്രാണനിൽ നിറയാണ്. ഞാൻ ഇതിനൊരു ചെറിയ എക്സാമ്പിൾ പറയാം, മനസ്സിലാകും എങ്ങനെയാണ് ഈ പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. ഒരു വീട്ടില് ഒരു മകൻ രാവിലെ അമ്മ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പൊ അമ്മ പറയാണ് ഉപ്പുമാവ്. പെട്ടെന്ന് ഇവന് ദേഷ്യം വരും. എന്താണെന്നറിയോ? 5-ാം ദിവസം ഉപ്പുമാവ്. ഇവന്റെ ശരീരം ഉണ്ടല്ലോ ഉപ്പുമാവ് തിന്ന് മടുത്തു. അവന്റെ നാക്കിലെ ടേസ്റ്റ് ബഡ് എല്ലാം കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. ഇനി ഈ സാധനം തിന്നാൽ ഞാൻ വോമിറ്റ് ചെയ്യും. ശരീരത്തിന് പറ്റുന്നില്ല. ഇതാണ് ശരീരം. അപ്പൊ ശരീരം മനസ്സിനോട് നിർബന്ധിക്കുക, ബുദ്ധിയോട് ഇനി വിട്ടുകൊടുക്കരുത്. ഇപ്രാവശ്യം അവനെ പറയണം, ഇന്നും കൂടെ ഉള്ളൂ, അല്ലെ കഴിക്കൂല എന്ന് പറഞ്ഞോണം. മനസ്സ് പറയും, നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം, ഇത് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാതിരിക്കേണ്ടി വരും. അതിലും ഭേദം നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ്. നമ്മൾ ഒന്നും മിണ്ടില്ല. അപ്പൊ ഇത് ഒരു നിമിഷം കൊണ്ട് ഈ കോൺവെർസേഷൻ നടക്കും, തീരുമാനം എടുക്കും. അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ മനസ്സ് പറഞ്ഞു, ശരീരം പറഞ്ഞു, അങ്ങനെ ഡ്രാമയൊന്നും ആവശ്യമില്ല. ഒരു സെക്കൻഡ് കൊണ്ട് ആ പരിപാടികളെല്ലാം നടക്കും. ഇത് മിണ്ടാതിരുന്ന് കഴിക്കും. ഉള്ളിൽ പ്രാഗം, എന്തോ ഒരു നമ്മുടെ പറയാം, അമ്മ നാളെയെങ്കിലും വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണേ. ഇതാണ് പ്രാണനിലുള്ള ജീവിതം. ഇനി ആത്മാവിന്റെ ചിന്ത വേറൊന്ന്. ആത്മാവിന്റെ ചിന്ത എന്താ പറയുന്നറിയോ? നേരെ പ്രാണനോട് പറയാണ്, നിനക്കിന്ന് ഉപ്മാവ് കിട്ടിയില്ലേ? കിട്ടി. ആരാ തന്നത്? ദൈവം. സ്തോത്രം ചെയ്തായിരുന്നു? എന്താ സ്തോത്രം ചെയ്ത്? ഇന്ന് ഉപ്മാവ് തന്നതിനാണ് സ്തോത്രം. അങ്ങനെ പറഞ്ഞല്ലോ, ദൈവത്തോട് നന്ദി പറഞ്ഞല്ലോ. ദൈവം തന്നെന്ന് സമ്മതിച്ചില്ലേ? നന്ദി പറഞ്ഞ്. പിന്നെ എങ്ങനെയാണ് അതിനെ പരാതി പറയുന്നത്? അത് ശരിയാണല്ലോ. പിന്നെ എങ്ങനെയാണ് അതിന് ഉപ്പ് കുറഞ്ഞു പോയെന്നോ ടേസ്റ്റിൽ എന്നൊക്കെ പറയുന്നത്? ദൈവം തന്നല്ലേ. എന്തിനായി ആഹാരത്തിന് മുമ്പ് സ്തോത്രം ചെയ്യുന്നറിയോ? പിന്നെ പരാതി പറയാതിരിക്കാൻ വേണ്ടിയാ. കർത്താവ് നീ തന്ന ആഹാരത്തിനായി സ്തോത്രം എന്ന് പറയുകയും ഭാര്യയെ കുറ്റം പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഭാര്യ തന്ന ആഹാരം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എല്ലാം കുരുക്ക, മൊത്തം കുരുക്ക.
അപ്പൊ പതുക്കെ പതുക്കെ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ അകത്തുനിന്നുള്ള ശുദ്ധീകരണം വന്നു കഴിയുമ്പോഴേക്കും പരാതികളില്ലാത്തവനായി മാറുക. ആത്മാവിന്റെ വിശദീകരണം. അപ്പൊ പതുക്കെ പതുക്കെ ഈ ശരീരം പറയും, ഉപ്മാവ് തിന്ന് മടുത്തു, നീ പണ്ടായിരുന്നെങ്കിൽ കരഞ്ഞ് ബഹളം വെച്ചേനെ, ഇപ്പൊ നീ എന്റെ കൂടെ അല്ലേ, എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ മനസ്സ് പറയും, നീ കുറെ നാൾ എന്നെ വട്ടം കറക്കിയതല്ലേ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ എനിക്ക് തന്നുകൊണ്ടിരുന്ന സുഖം ഉണ്ടല്ലോ, ആ സുഖത്തെക്കാളും വലിയൊരു ആനന്ദമാണ് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പൊ ശരീരം യാഗമായി, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു. മനസ്സ് ആത്മാവിലേക്ക് തിരിഞ്ഞു. മനസ്സ് ആത്മാവിലേക്ക് തിരിഞ്ഞപ്പോ ശരീരം വെള്ളത്തിലായി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയി. കാരണം ശരീരത്തിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. മനസ്സ് നേരെ ആത്മാവിന്റെ കസ്റ്റഡിയിലായി. ആത്മാവ് പതുക്കെ മനസ്സിനെ തിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുറെ കഴിയുമ്പോൾ ഈ മനസ്സിന് ഈ വീണ്ടെടുക്കപ്പെട്ടല്ലോ, ഇതിന് ഈ ശരീരത്തുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ വിശുദ്ധീകരണം പൂർത്തിയാകുമ്പോൾ, ഈ പ്രാണൻ പൂർത്തിയായിട്ട് വിശദീകരിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഇത്രയും ഭാഗം ശരീരമില്ല, പ്രാണനും ആത്മാവും ഒന്നാവും. അതിന് ഡിസഗ്രിമെന്റ് ഇല്ല. അതാണ് ഈ ഞാൻ. ഈ ശരീരത്തെ ഇവിടെ അങ്ങ് വിട്ടിട്ട് അത് വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതിനിപ്പോഴും ലോകമോ മണ്ണ. ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണെങ്കിലും അതിനെ ഞാൻ ഇവിടെ വിട്ടിട്ട് എനിക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷനാണ്, കർത്താവിന്റെ അടുത്തേക്ക് പോകാനുള്ള ആ സാന്റിഫിക്കേഷന്റെ പെർഫെക്ഷനാണ് ഞാൻ അനുഭവിക്കുന്ന ആ മരണം എന്ന് പറയുന്നത്. That's actually a separation from the body. ഈ മരണത്തെക്കുറിച്ച് നമുക്ക് രസകരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാം. നമ്മളെല്ലാം ഭയപ്പെട്ട് ചിന്തിക്കുന്ന കാര്യമാണെങ്കിലും ഇപ്പോ ഈ ശരീരമാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, അല്ലെ? വിശദീകരണം പൂർത്തിയാകുമ്പോഴേക്കും ശരീരം ഒറ്റപ്പെടും. കാരണം ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ ശരീരം യാഗമോ, അതിനെ ഡിസിപ്ലിൻ ചെയ്ത് നമ്മൾ വെക്കും, വികാരങ്ങൾ വളരാതെ. എന്നാൽ ശരീരം വീണ്ടെടുക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുനരുത്ഥാനം. ആ പുനരുത്ഥാന ശരീരം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ ഇതെല്ലാം തമ്മിൽ ഒരു വേർതിരിവില്ലാതെ വരും. വി ബിക്കം ഹോളി, സാങ്ക്ടിഫൈഡ്, പെർഫെക്റ്റ്, അൺടച്ച്ഡ് ബൈ സിൻ. പാപത്തിന്റെ സാന്നിധ്യം പോലും ഇല്ലാത്ത പെർഫെക്ഷൻ. അത് നമുക്ക് പുനരുത്ഥാനത്തിങ്കലാണ് ലഭിക്കുന്നത്. ആ പുനരുത്ഥാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പ്രസൻസിലേക്ക് വന്ന ഒരാൾ മരിക്കുമ്പോൾ ആ പ്രസൻസിൽ നിന്ന് പോകുന്നില്ല. അവന്റെ പ്രസൻസിന്റെ വലിയൊരു ആത്മീക എക്സ്പീരിയൻസിലോട്ട് പോവാണ്. ആ സമയത്ത് അവർക്ക് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനോ മധ്യസ്ഥനിരിക്കാനൊന്നും പറ്റില്ല. They can only rest in the Lord. അത് മാത്രമേ അവരെ കൊണ്ട് കഴിയൂ. കാരണം അവർക്ക് കണ്ണില്ല, മൂക്കില്ല, വായില്ല, ആകെയുള്ള ആത്മാവിലുള്ള കാഴ്ചകളേ ഉള്ളൂ. എൻജോയ്മെന്റ് ഇൻ ദ സ്പിരിറ്റ്, വേറെ അത് മാത്രമേ ഉള്ളൂ. And they are waiting for the resurrection to happen. ഓക്കെ, ഇനി നമുക്ക് ഈ പെർഫെക്ഷൻ, ഞാൻ ഈ വരച്ച വര വേറൊരു രീതിയിൽ വരയ്ക്കാൻ പോകണം. ഇത് ഒരു മിനിറ്റ്. ഇത്രയും മതി. ഇത് ഞാനൊരു ടാർഗറ്റ് ബോർഡായിട്ട് വെക്കാൻ പോവാണ്. ടാർഗറ്റ് ബോർഡ്. ഈ ടാർഗറ്റ് ബോർഡ് എറിഞ്ഞ് നമ്മൾ ഈ സെൻട്രൽ പോയിന്റിൽ കൊള്ളിക്കണം. സെൻട്രൽ പോയിന്റ് ഇവിടെ ഇതിനകത്ത് കൊള്ളിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാർക്ക് വാങ്ങിച്ചു, ഫുള്ളായി, പെർഫെക്റ്റ് ആയി. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊള്ളിക്കുന്നതാണ്, ബാക്കി ഒന്നും പെർഫെക്റ്റ് അല്ല. ഓക്കെ, എന്താ അവിടെ ശബ്ദം കേൾക്കുന്നത്? ഓക്കെ, പെർഫെക്റ്റ് ആയി. ഇനി നോക്കിയേ, ഇനി നമ്മളൊരു ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം.
റോമർ 5:19 ഇത്. അത് മാത്രമല്ല റോമർ 5:1-2 റോമർ 5:1-2 റോമർ 5:19 ഈ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമർ 5:1-2 പറയുന്നത് എന്താ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ പിതാവിനോട് സമാധാനമുണ്ട്. കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് പിതാവിനോട് സമാധാനമുണ്ട്. അതാണ് ഒന്നാമത്തെ വാക്യം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ. അപ്പം സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ പെർഫെക്റ്റ് ആക്കണം, ചിലപ്പോൾ പെർഫെക്റ്റ് ആകണം ശരിക്കും പ്രവൃത്തി കൊണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ കൃപയാലാണ് നമ്മൾ പെർഫെക്റ്റ് ആകുന്നത്. 5:19 പറയുന്നത് വളരെ രസകരമാണ്. 5:19 എന്തുകൊണ്ട് രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ ബുദ്ധിക്കും മനസ്സിലാത്ത ഒരു കാര്യമാണ്. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി മാറിയതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി. ഒറ്റയാളുടെ അനുസരണത്താൽ നമ്മളെല്ലാം നീതിമാന്മാരായി മാറാൻ പോവാം. പെർഫെക്റ്റ് ഇൻ സാങ്ക്ടിഫിക്കേഷൻ, പെർഫെക്റ്റ് ഇൻ ജസ്റ്റിഫിക്കേഷൻ. നമ്മൾ നോക്കാം. യേശുക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഈ സെൻട്രൽ ഡോട്ടിലായിരുന്നു. ഓക്കെ, ആ ഡോട്ടിലാണ് കൊണ്ടുള്ളത്. എല്ലാം ഒരു മാറ്റമില്ല, അതിനകത്ത് മാത്രമുണ്ട്. ഓർമ്മ വെളിയിൽ ഞാൻ വരച്ചു പോയത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അവന്റെ അനുസരണം പെർഫെക്റ്റ് ആയിരുന്നു. അതേ ആത്മാവിനെ എന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ലക്ഷ്യം ആരെ പോലെ ആണോന്ന്? യേശുവിനെ പോലെ ആണോ? അപ്പൊ ഞാൻ വിശ്വസിക്കുക, വിശ്വാസത്താലാണ് കേട്ടോ ഓട്ടം. ഞാൻ വിശ്വസിക്കുക, കർത്താവെ ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്, ഞാൻ മരിച്ചു, ഇനി ഞാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉന്നം പിടിക്കുന്നത്. ഉന്നം പിടിക്കുന്നത് എവിടെ കൊള്ളിക്കാൻ വേണ്ടിയാ? അത് ഈ സെൻട്രൽ കൊള്ളിക്കാൻ വേണ്ടിയാ. പക്ഷെ എന്ത് പറയേണ്ടു, അത് സെൻട്രലൊന്നും കൊള്ളുന്നില്ല. അത് ഓർമ്മ ഇവിടെ കൊണ്ടു, ഇവിടെ കൊണ്ടു, ആദ്യമൊക്കെ ഇവിടെ ആയിരുന്നു, ഇവിടെ ഒരെണ്ണം കൊണ്ടു. ഇങ്ങനെ ഞാൻ ജീവിതം തീർത്തോണ്ടിരിക്കുക. ഉന്നം വയ്ക്കുന്ന എവിടെയാ? സെൻട്രൽ പോയിന്റില്ല. കൊള്ളുന്ന എവിടെയാ? അവിടെ ഇവിടെ ഇവിടെയൊക്കെ. ഞാൻ നിലവിളിച്ച് കാരണം എന്റെ കർത്താവേ ഞാൻ പാപിയാണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ടോ? കാരണം കർത്താവിനെ പോലെ ആണല്ലോ, അതെന്റെ ഞരക്കതാണല്ലോ, ഒരിടത്തും എത്തുന്നില്ല. അവസാനം എന്റെ ജീവിതം തീരാറായി. അങ്ങനെ ഞാൻ ജീവിതം തീരാറായ സമയത്താണ് ഒരെണ്ണം ഇവിടെ വന്നത്. ഒരെണ്ണം ഇവിടെ കൊണ്ടു. അപ്പോഴേക്കും ഞാൻ മരിച്ചു. ക്രിസ്തുവിനെ പോലെ പെർഫെക്റ്റ് ആയില്ല. പക്ഷെ അടുത്തടുത്ത് ചെന്നു. ഞാൻ സ്വർഗത്തിൽ ചെന്നപ്പോ കർത്താവിനോട് ചോദിക്കാം, എടാ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഓട്ടം? ഞാൻ പറഞ്ഞു, കർത്താവെ 10-30 വർഷം നീ എനിക്ക് തന്നു, പക്ഷെ 3.5 വർഷം കൊണ്ട് നിന്റെ പുത്രൻ ചെയ്ത പോലെ ഒന്നും എനിക്ക് ഒരു സെക്കൻഡ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ ഇപ്പം നരകത്തിൽ വിട്ടാലും ഞാൻ അതാണ് അർഹിക്കുന്നത്. കാരണം എന്റെ പ്രവൃത്തികൾ നോക്കിയാൽ എന്നെ സ്വർഗത്തിൽ കയറ്റാനുള്ള യാതൊരു പ്രയോജനവും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ കർത്താവ് നമ്മളോട് പറയാണ്, ശരിയാണ്, നിന്റെ പ്രവൃത്തികൾ നോക്കിയാൽ നീ നരകത്തിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. കാരണം പെർഫെക്റ്റ് അല്ലാത്ത ഒന്നിനെയും ഞാൻ സ്വർഗത്തിൽ കയറ്റത്തില്ല. പക്ഷെ നിന്നെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? നീ എവിടെയാണ് കൊള്ളിച്ചതെന്ന് നോക്കിയില്ല, പകരം നീ എങ്ങോട്ടാണ് ഉന്നം വെക്കുന്നതെന്നാണ് നോക്കി. ഇതിനെയാണ് നമ്മൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങോട്ടോ ഉന്നം വെക്കുന്നേ, അതാ കർത്താവ് നോക്കുന്നത്. യേശുവിനെ നേടേണ്ടതിനാണ് ഓടുന്നത്. പതുക്കെ നിങ്ങൾ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി. പെർഫെക്റ്റ് ആവില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ എപ്പോ വിശ്വസിക്കുന്നോ, ഉന്നം വെക്കുന്നോ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതിയാണ്. ഇനി ഇത് ഒത്തിരി എറിഞ്ഞ ഒരാളുടെ കഥയത്. എനിക്ക് എറിയാൻ സമയം കിട്ടിയില്ല. ഞാൻ വിശ്വാസി വന്ന് അപ്പൊ തന്നെ തട്ടിപ്പോയി. ആകെ ഒരെണ്ണം എറിഞ്ഞ് അത് ഇവിടെ വന്ന് കൊണ്ടുള്ളൂ. എന്റെ അവസ്ഥ എന്തായിരിക്കും? ക്രൂശിലെ കള്ളനെ നോക്കി 2 എക്സാമ്പിൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ പറ്റും. ക്രൂശിലെ കള്ളനെ നമ്മൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നടുക്കത്തെ ക്രൂശിൽ യേശു ക്രിസ്തു, അപ്പുറത്തൊരു കള്ളൻ, ഇപ്പുറത്തൊരു കള്ളൻ.
അതൊരു വലതുഭാഗത്തെ കള്ളനാണ് ഇടതുഭാഗത്തെ കള്ളനാണോ മാനസാന്തരപ്പെട്ടത്? യാക്കോബക്കാർ പറയുന്ന വലതുഭാഗത്തെ കള്ളനാണ്. നമുക്കറിയാൻ വയ്യ, ബൈബിളിൽ അങ്ങനൊന്നും ഇല്ല. ഈ കള്ളനെ കുറിച്ച് ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അത്ഭുതം. പൗലോസിന്റെ വിശ്വാസത്തെക്കാളും വലിയ വിശ്വാസമായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കള്ളന്റെ വിശ്വാസം. അപ്പൊ കുറച്ചു നേരത്തേക്ക് ഞാനാണ് ആ കള്ളൻ എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു. യേശുക്രിസ്തുവിന്റെ അടുത്ത് കിടക്കുകയാണ്. യേശുക്രിസ്തു ദൈവമെന്ന് മനസ്സിലായി, വലിയ ശക്തനാന്ന് മനസ്സിലായി. അപ്പൊ എനിക്കാണെങ്കിൽ വയ്യ, എന്റെ പുറമെല്ലാം പെയിൻ എടുത്തിട്ട് വയ്യ. ഈ ശ്വാസം പോകുന്നില്ല, ലങ് കൊളാപ്സ് കാരണം ക്രൂശിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പെയിൻഫുൾ ഡെത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മരണപ്രാണമുണ്ട്. ആ സമയത്താണ് എന്റെ അടുത്ത് കിടക്കുന്നവൻ ഭയങ്കര ശക്തിയുള്ള ദൈവമെന്ന് മനസ്സിലാകും. ഞാനാണ് എന്ത് ചോദിച്ചേനെ കർത്താവിനോട്? നിങ്ങളത് എന്ത് ചോദിച്ചേനെ? കർത്താവേ, ഒരൊറ്റ പ്രാവശ്യം നീ എന്നെ ക്രൂശിൽ നിന്ന് ഇറക്കി വിട്ടാൽ, എന്നെ ഒന്ന് രക്ഷിച്ചാൽ, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ ട്രാക്റ്റുമായിട്ട് യെരൂശലേമിലൂടെ നടന്നോളാം. പറയലേ, ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല കർത്താവേ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല, ഞങ്ങൾ വിശ്വാസം വരുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിൽ പ്രവാചകന്മാർ വരുമായിരുന്നു. അന്നൊക്കെ ഈ പാപങ്ങളെ ഓർപ്പിക്കുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നു പ്രവാചകന്മാർ. ഇന്നതിപ്പോ ഇല്ല, വലിയ ആശ്വാസമായി. അന്ന് എല്ലാവർക്കും പ്രവാചകന്മാർ വരുമ്പോൾ ഒരു പേടിയുണ്ട്, എന്തെങ്കിലും വെളിപ്പെടുത്തുമെന്ന്. ഇന്നങ്ങനെ ആരും ഒന്നും വെളിപ്പെടുത്താൻ പോകുന്നില്ല, ആ കാറ്റൊക്കെ തീർന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിരിക്കും. ഞാൻ കോളേജ് സ്റ്റുഡന്റ് ആണ്, കോളേജ് വിദ്യാഭ്യാസത്തിനിടയ്ക്കാണ്. അപ്പം എനിക്ക് ആകെ പേടിയാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമോ. ഞാൻ പുറകിൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ ഒന്നും വെളിപ്പെടുത്തല്ലേ, ദൈവമേ സഹായിക്കണം, ഈ പ്രാവശ്യത്തേക്ക് എക്സ്ക്യൂസ്, ഇനി മേലെ പാപം ചെയ്യത്തില്ല. പക്ഷെ പാസ്റ്ററിങ് പോയി കഴിയുമ്പോൾ ഞാൻ പഴയ ആളാവും, ഇനി അടുത്തെങ്കിലും ഇല്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ കർത്താവിനോട് പറയുന്നത്, കർത്താവെ ഇനി മേല ഞാൻ ഉപദ്രവത്തിനും ഇല്ല, ഞാൻ രാജ്യദ്രോഹവും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, ഞാൻ എവിടെയെങ്കിലും അടങ്ങി വന്നെങ്കിൽ എന്റെ പിള്ളേരോട് താമസിച്ചോളാം, ഞാൻ എല്ലാ ദിവസവും നിന്നെ ട്രാക്ട് കൊടുത്തോളാം, മര്യാദക്കാരനെ എന്താണ് കള്ളുകൂടി നിർത്തിക്കോളാം, എല്ലാം ചെയ്തോളാം, കർത്താവ് എന്നെ ഒന്ന് രക്ഷിച്ച് ഇറക്കി വിടണേ. അങ്ങനെ പറയും. അതാ നമ്മുടെ മാനസാന്തരം. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞെന്നറിയോ? കർത്താവ് ഞാൻ മരണയോഗ്യനാണ്, ഞാൻ ചത്തോളാം, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർത്താൽ മതി. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല യേശുക്രിസ്തു രാജ്യത്വം പ്രാപിച്ചു വരും. 3 മണിക്കൂർ ക്രൂശിൽ കിടന്ന കള്ളം പറയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരും, അപ്പൊ നീ എന്നെ ഓർക്കാം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ആ നിമിഷം വിശ്വസിച്ചു, മരിക്കുന്നതല്ല ലാഭം. കാരണം ഇപ്പൊ ഞാൻ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങിപ്പോയാലും കുറച്ചുനാളൊക്കെ മര്യാദയ്ക്ക് ജീവിക്കും, ഇവനെ പോലെ ആവാൻ പറ്റില്ല. അത് കൃപയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ വിചാരിച്ചു മരിക്കുന്നതല്ല, പുനരുത്ഥാനം ഉണ്ടല്ലോ, ഇവൻ രാജ്യത്വം പ്രാപിച്ചു വരുമല്ലോ, എന്നെ ഒന്ന് ഓർത്ത, അതല്ലേ നല്ലത്. അവൻ അവിടെ കിടന്ന് തൂക്കി നോക്കി. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോയാലും നീ എന്റെ കൂടെ ഉണ്ടാവും. അതിന് രാജ്യത്വം പ്രാപിച്ചു വരാൻ നീ ഓർത്തിരിക്കണ്ട, കാത്തിരിക്കണ്ട. ഇന്ന് ടുഡേ യു ഷാൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. അത് അതിഭയങ്കര വിശ്വാസമാണ്. എത്ര നേരം കിട്ടി കാണും ആ കള്ളന്? കുറച്ചു നേരം. ആ കുറച്ചു നേരത്തേക്ക് അവന്റെ ഉള്ളിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, കർത്താവിന്റെ പുനരുത്ഥാനം. വാട്ട് എ ഫെയ്ത്ത്! നിങ്ങൾ ആലോചിക്കും, ആ ഒരൊറ്റ നിമിഷം കൊണ്ടവൻ പ്രാപിച്ചെന്താണ്? സകല പ്രതിഫലവും, കർത്താവിന്റെ മരണത്തിന്റെ അനുസരണത്തിന്റെ പെർഫെക്ഷൻ, ആ മുഴുവൻ പ്രതിഫലവും അവൻ പ്രാപിച്ചത്. കർത്താവ് രൂപം പറഞ്ഞു, രാവിലെ 9 മണിക്ക് പണിയാൻ വന്നവൻ, 10 മണിക്ക് പണിയാൻ വന്നവൻ, 5 മണിക്ക് പണിയാൻ വന്നവൻ, എല്ലാവരെയും അവസാനം വിളിച്ചിട്ട് ഒറ്റ കൂലി കൊടുത്ത് വിടുന്ന കർത്താവ്. നിങ്ങൾ എത്ര നാൾ ഓടുമെന്നുള്ളതോ ഒന്നും കർത്താവിന് പ്രശ്നമില്ല. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ. വിശ്വാസി വന്ന് അപ്പം തന്നെ മരിച്ചു പോലും കുഴപ്പമില്ല. നോട്ടം ക്രിസ്തുവിലാണെങ്കിൽ പ്രതിഫലം നിത്യമാണ്, സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് വലിയൊരു ആശ്വാസം തരണം. എന്താ നമ്മുടെ ആശ്വാസം? നമുക്ക് ഇനി അവശേഷിക്കുന്ന ഓട്ടം നമ്മുടെ പൂർണ്ണ പ്രതിഫലത്തിൽ എത്തിക്കും എന്നുള്ള വാഗ്ദത്തം. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലേക്ക് ഓടിയാൽ ആ മുമ്പിലോട്ടുള്ള ഓട്ടം നമ്മളെ സ്ഥിരമായ ദൈവികമായ പെർഫെക്ഷനിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളൊരു അഷുറൻസ് കൂടിയാണ് ഈ വാക്യം നമുക്ക് തരുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വിശ്വസിക്കാൻ കർത്താവിനെ? എന്നിട്ട് പറയാം, കർത്താവെ, നിന്നെ അല്ലാതെ ഒന്നിനെയും മോഹിക്കാൻ എനിക്ക് ഇടവരരുത്. നിന്നിലേക്ക് എത്തുന്ന ഒരു ഓട്ടം എനിക്ക് നീ തരണം.
നിന്നിൽ എത്തിയിട്ടല്ലാതെ ഞാൻ ആശ്വസിക്കരുത്, വേറൊന്നും ഇതിനിടയിൽ എന്നെ തൃപ്തിപ്പെടുത്തരുത്. പ്രിയ സഹോദരങ്ങളെ, ഈ പെർഫെക്ഷൻ ക്രിസ്തുവിൽ നമുക്ക് സൗജന്യമാണ്. പക്ഷെ നമ്മൾ ആ പെർഫെക്ഷനിലേക്കാണ് വളർന്നു വരുന്നത്. ഈ പെർഫെക്ഷനിലേക്ക് വളർന്നു വരുന്ന ആളുകൾ അവരുടെ ലൈഫ് യേശു ക്രിസ്തുവിന്റെ ഒരു വിറ്റ്നസിംഗ് ആയിട്ട് അവർ ഒരിക്കലും നിഷ്ഫലന്മാരായി പോവുകയില്ല. എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 3:20 വരെ നമ്മൾ ഇന്നലെ വായിച്ചത്. 4-ാം അധ്യായത്തിന്റെ കുറച്ച് വാക്യങ്ങളും വായിച്ചു. അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ കൃപയെ വെളിപ്പെടുത്തുവാൻ അപ്പൊ ശരിക്കും അവന്റെ കൃപയെ വെളിപ്പെടുത്തുന്ന ഒരു വിശ്വാസി, കർത്താവ് അവന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ, അവന്റെ ഉള്ളിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ വളർന്നു വരുമ്പോൾ അവൻ പതുക്കെ ദൈവത്തിന്റെ കൃപാ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഹൂ ഈസ് ക്രൈസ്റ്റ് എന്നാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നത്, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ശരിക്കും നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതാണ്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ദൈവത്തിന്റെ സ്വഭാവം എന്താ? അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് നോക്കിയാൽ മതി? പുത്രനെ നോക്കിയാൽ മതി. അപ്പൊ ആൾക്കാർ ചോദിക്കും, പുത്രന്റെ സ്വഭാവം എന്താ നമ്മൾ എങ്ങനെ അറിയും? അപ്പൊ നമ്മൾ പറയും, എന്നെ, ബാക്കി പറ, നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി, എന്നെ നോക്കിയാ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാരെല്ലാം നമ്മൾ വളഞ്ഞിട്ട് തല്ലാനുള്ള സാധ്യതയുണ്ട്. കാരണം യേശുക്രിസ്തു എങ്ങനെയുള്ള ആളാണെന്ന് എന്നെ നോക്കിയവെല്ലാം മനസ്സിലാവോ? പക്ഷെ ഇങ്ങനെ പറയാൻ പറ്റും, യേശുക്രിസ്തു എങ്ങനെയുള്ള ആളാണെന്ന് അറിയണോ? ഞങ്ങളെ നോക്കുന്ന പറയാൻ പറ്റും. അതാണ് യേശുക്രിസ്തുവിന്റെ ശരീരം. യേശുക്രിസ്തു എങ്ങനെയുള്ള ആളാന്ന് അറിയണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ നോക്കിയാൽ മതി. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട്, ഐക്യം കണ്ടിട്ട് ആൾക്കാർ പറയുന്നു നിങ്ങൾ യേശുവിന്റെ ആൾക്കാരാണ്. അപ്പൊ വിറ്റ്നസിംഗ് എന്ന് പറയുന്ന മെച്യൂർ ക്രിസ്ത്യൻസിന് സാധിക്കുള്ളൂ. സുവിശേഷം ആർക്കും പറയാം, പക്ഷെ സാക്ഷികളായി മാറുവാൻ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആകുന്ന, ദൈവത്താൽ പണിയപ്പെടുന്ന പുതിയ മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നത് മെച്യൂർ ക്രിസ്ത്യൻസിനെ പറ്റുള്ളൂ. ആ അനുഭവം പൂർണ്ണമായിട്ടും പ്രതിഫലിപ്പിക്കാൻ, ക്രിസ്തുവിന്റെ ജീവനെ പൂർണ്ണമായിട്ടും പ്രതിഫലിപ്പിക്കുവാൻ ഈ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് ആവശ്യമാണ്. നാം അവന്റെ വിശുദ്ധി പ്രാപിച്ച് അവന്റെ തേജസ് പ്രാപിച്ചു. അപ്പൊ ശരിക്കും നമ്മൾ പോകുന്ന ലക്ഷ്യം എന്താണ്? അതൊരു വലിയ തേജസ്കരണമാണ്. നമുക്ക് ആ തേജസ്കരണത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹൗ ആർ വി പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്? 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ, 1 മുതൽ വാക്യം. കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവൻ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. നമ്മളെ ലോകത്തിന് ആർക്കും അറിയത്തില്ല ദൈവത്തിന്റെ മക്കളാണെന്നും. അത് ലോകം അവനെ അറിഞ്ഞിട്ടില്ല, നമ്മളെ അറിയുന്നില്ല. അടുത്ത വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു, സംശയമില്ലല്ലോ, ആകുന്നു. എന്നാൽ നാം ഇന്നതാകും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ എന്തിനായി കർത്താവ് ഇത്രയും വില കൊടുത്ത് രക്ഷിച്ചുകൊണ്ട് പോകുന്നത്? എങ്ങോട്ടാണ്? സ്വർഗത്തിൽ ചെന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്തായിരിക്കും? നമ്മൾ എന്തായി തീരും? ഇതുവരെ അത് വെളിപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തിന് എന്തോ കാര്യമായ ഉദ്ദേശമുണ്ട്. നിത്യതയിൽ നമ്മൾ എങ്ങനെയൊക്കെയോ ദൈവത്തിന് പ്രയോജനപ്പെടണം. ദൈവം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുമായിരിക്കും, അറിയില്ല. ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ബൈബിളിൽ, ഒരു വാക്കുപോലും ഇല്ല. പക്ഷെ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. അവൻ ചുമ്മാ നമ്മളെ ഇവിടുത്തെ സ്തോത്രം ചെയ്യിപ്പിക്കോട്ടെന്ന് വിചാരിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അറിയാൻ മേല, അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമുക്ക് ഡ്യൂട്ടി ഒക്കെ തന്നു. അതെന്താണ് അവിടെ ചെല്ലുമ്പോൾ അറിയും. അതെന്താണെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം വെളിപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഒരു കാര്യം അറിയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ അവൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട്.
അപ്പൊ ദൈവത്തെ അവൻ ഇരിക്കുന്ന പോലെ തന്നെ കണ്ട് ബോധം കെടാതിരിക്കണമെങ്കിൽ, വെപ്രാളപ്പെട്ട് അയ്യോ എന്ന് നിലവിളിക്കാതിരിക്കണമെങ്കിൽ, അവന്റെ മഹത്വത്തോടെ അവൻ വെളിപ്പെടുമ്പോൾ, നമ്മളെല്ലാ കർത്താവ് മഹത്വത്തോടെ വെളിപ്പെടാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ? ആണോ? ആണ്. അവന്റെ മഹത്വം കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഈ കോലത്തിൽ ചെന്നാൽ നമ്മൾ ബോധം കിട്ടി വീഴുള്ളൂ. അപ്പൊ അവനെ നമ്മൾ അവനിരിക്കുന്ന പോലെ കാണണമെങ്കിൽ എന്ത് സംഭവിക്കണം? നാം അവനോട് സദൃശന്മാരായിട്ട് രൂപാന്തരപ്പെടണം. അല്ലെങ്കിൽ നമുക്ക് അവനെ കാണാൻ പറ്റില്ല, ബോധം കിട്ടൂ, ചത്തുപോകും. ദൈവത്തെ കണ്ടിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അവൻ വരുമ്പം നാം അവനെ അവനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. നമ്മൾ എന്തൊക്കെ ആയിത്തീരുമെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ഇത്ര അറിയുന്നു, യേശു ക്രിസ്തുവിന് നമ്മൾ സദൃശന്മാരാകും. അല്ലെങ്കിൽ അവന്റെ തേജസ്സിന് മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അവനെ അവനിരിക്കുന്ന പോലെ തന്നെ കാണുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ട് നമ്മൾ അവനെ പോലെ ആകും. എനിക്ക് തോന്നുന്ന യോഹന്നാൻ വെളിപ്പാടിന് ശേഷമായിരിക്കണം ഇത് എഴുതിയിട്ടുള്ളത്. കാരണം വെളിപ്പാട് ദിവസത്തിൽ യേശു ക്രിസ്തുവിന്റെ തേജസ്സോടെ കണ്ടപ്പം യോഹന്നാൻ തലയടിച്ച് താഴെ വീണ, പുറകോട്ടല്ല കേട്ടോ. ഇന്ന് പല ആൾക്കാരും വീഴുന്നവര് മുൻപോട്ട് ആരാധനയിൽ കർത്താവിന് മുമ്പിൽ കവിണ്ണു വീണ്, അവിടെ ആ വീണു എന്നുള്ള വാക്ക് മുമ്പോട്ട് വീണു എന്ന് പറയുന്ന വാക്ക് ശരിക്കും വീണു എന്നല്ല, അവിടെ ഈ വെപ്രാളം കാരണം തലയണയൊക്കെ കടിച്ചു പിടിച്ച് നമ്മളൊരു അയ്യോ ഞാൻ എന്ത് ചെയ്യൂ എന്ന് ചോദിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു വാക്ക് അവിടെ പ്രയോഗിച്ചിരിക്കും. അപ്പം യോഹന്നാന്റെ ഒരു കാര്യം അറിയാം, ഈ മഹത്വവാനായ കർത്താവിനെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത്, അവന്റെ മുഖത്തേക്ക് നോക്കുക പറയുന്ന പരിപാടിയല്ല, പറ്റുന്ന പരിപാടിയല്ല. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ നെഞ്ചോട് ചാരിയിരിക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ മഹത്വത്തിൽ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല. യോഹന്നാൻ പറയാണ്, നാളെ അങ്ങനെ ആയിരിക്കില്ല, നാളെ നമ്മൾ അവനെ പോലെ തേജസ് പ്രാപിച്ച് അവന് മുമ്പാകെ നിൽക്കും. അപ്പം നമുക്ക് അവനെ നേരെ കാണാൻ പറ്റും. അടുത്ത വാക്യം, അവനിൽ ഈ പ്രത്യാശ ഉള്ളവരല്ല. അപ്പൊ നമ്മൾ വിശുദ്ധരാകണമെങ്കിൽ, നമ്മൾ നിർമ്മലീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആദ്യം എന്തുണ്ടാകണം? അവനിൽ ഈ പ്രത്യാശ ഉണ്ടാകണം. പ്രത്യാശ ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വിശദീകരിക്കാൻ പറ്റില്ല. നരകത്തിൽ പോകുന്നു പറഞ്ഞ് പേടിപ്പിച്ച് ആരെയും വിശദീകരിക്കാൻ പറ്റില്ല. ചില പാപങ്ങളിൽ നിന്ന് അവരെ തടയാം, പക്ഷെ വിശദീകരിക്കാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ, ഞാൻ എൻ്റെ മക്കളോട് ഒരാളോട് പറയാണ്, ഏട്ടാ ഞങ്ങൾ വെളിയിൽ പോയിട്ട് വരുമ്പോഴേക്കും നീ വീടെല്ലാം അടിച്ചു വാരിയേക്കണം. ഇപ്പം പറയാം, എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഞാൻ പറയാണ്, നീ ഇത് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ നിന്നെ വീടിന് പുറത്താക്കും, പിന്നെ നിനക്ക് അപ്പനും ഇല്ല അമ്മയില്ല വീടും ഇല്ല. ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ വിചാരിക്കാൻ, എന്റെ ദൈവമേ ഇങ്ങനത്തെ ഒരാപ്പൻ മുറി അടിച്ചു വാരിയില്ലെങ്കിൽ പുറത്താക്കുന്ന അപ്പൻ, ഞാൻ എങ്ങോട്ട് പോകും? എന്തെങ്കിലും ആട്ടെ, മുറി അടിച്ചു വാരിയേക്കാം. ആള് വിശദീകരിക്കപ്പെട്ടോ? ഇല്ല. പണി നടന്നു, ശരിക്കും നടന്നോ? ഇനി വേറൊരു സിറ്റുവേഷൻ നോക്കി, ഞാൻ വെളിയിലോട്ട് പോകുന്നു, മകനോടൊന്നും പറയുന്നില്ല. മകൻ ഇന്നിങ്ങനെ ആലോചിക്കാം, എന്റെ അപ്പൻ എന്നെ ദൂരെ സ്നേഹിക്കുന്നു, എന്തുമാത്രം എനിക്ക് വേണ്ടി ചെയ്യുന്നു. അപ്പം പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടാൽ അപ്പന് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിലേത് കുട്ടിയാണ് വിശദീകരിക്കപ്പെട്ടത്? പേടിച്ച് വെളിയിൽ വിടുമെന്ന് പേടിച്ചനുസരിച്ച കുട്ടിയാണോ? അതോ ആ സ്നേഹം ഭയത്തെ പുറത്താക്കിയ അവസ്ഥയിൽ സ്നേഹത്തിനനുസരിച്ച കുട്ടിയാണോ വിശദീകരിക്കപ്പെട്ടത്? സ്നേഹത്തിനനുസരിച്ച കുട്ടിയാണ്. ദൈവം നമ്മളെ വിശദീകരിക്കാൻ വേണ്ടി അതിമഹത്തായ വാഗ്ദത്തങ്ങൾ അതല്ല, നാം അവനെ പോലെ ആകും. അങ്ങനെ ഈ പ്രത്യാശ അവനിൽ ഉള്ളവൻ, ഈ പ്രത്യാശ ഉള്ളവരെല്ലാം കർത്താവ് നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവന് അശുദ്ധിയോടുകൂടി ഇടപെടാൻ പറ്റാത്ത അവസ്ഥ വരാൻ കാരണം അവന് മുമ്പിൽ അറിയാം, അവന്റെ കാര്യം അറിയാം, അവൻ ക്രിസ്തുവിന്റെ തേജസ്സുമായി ഉയരത്തിൽ കർത്താവിന്റെ കൂടെ ഇരിക്കേണ്ടവനാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കാൻ നമുക്ക് പറഞ്ഞു തുടങ്ങിയാൽ ഇനിയും പെർഫെക്ഷനെ കുറിച്ചുള്ള അനേകം വാക്യങ്ങൾ, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിലൊക്കെ അനേകം വാക്യങ്ങളുണ്ട്. നമ്മളുടെ പെർഫെക്ഷന്റെ യാത്രയോടെ പോകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില അത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ആനന്ദത്തോടെയാണ് കർത്താവിന്റെ കൂടെയുള്ള യാത്ര. ഓക്കെ, അപ്പോൾ പെർഫെക്ഷനെ കുറിച്ച് നമുക്ക് വളരെ പറയാനുണ്ട്. പക്ഷെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് പിരിയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, യേശു ക്രിസ്തുവിൽ ഞാൻ, ക്രിസ്തു എന്നിൽ, ഈ രണ്ട് പൊസിഷൻസ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഇൻ ക്രൈസ്റ്റ് വി ആർ ഓൾവേസ് പെർഫെക്റ്റ്.
ക്രിസ്തുവിൽ ഒരു കുറവുമില്ല. അവൻ എന്നെ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കുറവില്ലാതെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്റെ അനുദിന ജീവിതത്തിൽ ഞാൻ പെർഫെക്റ്റ് ആകുന്നില്ല. അതിന്റെ കാരണം ഞാൻ പെർഫെക്റ്റ് അല്ല, ക്രിസ്തുവാണ് പെർഫെക്റ്റ്. അപ്പൊ ദൈവം എന്നെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? പുത്രനെ എന്റെ ഉള്ളിൽ നൽകി. യേശു ക്രിസ്തു എന്നിൽ വസിച്ച്, വിശ്വാസത്താൽ വസിച്ച്, എന്റെ പകരക്കാരനായി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തു തുടങ്ങും. അതൊരു സ്മോൾ ബേബി ആയിട്ടാണ് വീണ്ടും ജനിക്കുന്നത്. അത് വളർന്ന് 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 മെച്യൂരിറ്റി പ്രാപിച്ച്, ആ മെച്യൂരിറ്റി ക്രിസ്തുവിനെ പോലെ നമ്മൾ ആയിത്തീരുന്ന ആ മെച്യൂരിറ്റി എന്റെ അവയവങ്ങളിൽ പ്രാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടുന്നത്. ഈ ഓട്ടമാണ് നമ്മുടെ പെർഫെക്ഷനിലേക്ക്, സൗജന്യമായ ദൈവിക ദാനമാകുന്ന ആ പെർഫെക്ഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മാനുഷികമായ ഒരു പ്രവൃത്തിയാലുമല്ല, ആത്മാവിന്റെ വിശുദ്ധീകരണമാണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. അവിടെ നമുക്ക് ലോകത്തോടുള്ള മോഹങ്ങളെ, അതിനാലുള്ള നാശത്തെ വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി മാറി നമ്മൾ അവന്റെ വിറ്റ്നസസ് ആയി മാറി, അവന്റെ പോരാളികളായി മാറി, അവന്റെ അംബാസിഡേഴ്സ് ആയിട്ട് മാറി, ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നവരായി മാറി. ലോകത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നവരല്ല, ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നവരായി മാറി, ദൈവിക കൃപാദാനങ്ങൾ അനുഭവിക്കുന്നവരായി മാറി. ആ ഒരു പെർഫെക്ഷൻ, അങ്ങനെയുള്ളൊരു മരണം, പൗലോസ് പറയണം, അങ്ങനെയുള്ളൊരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിച്ചു, എങ്ങനെയെങ്കിലും പ്രാപിക്കണമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ദ റേസ്. എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിച്ചു ഞാൻ എനിക്കുള്ളതിന് എല്ലാം ചവറന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളി, തെരഞ്ഞെടുപ്പ്, അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും. അവിടെ ദൈവം നമ്മളെ എത്തിക്കും. വിശ്വാസമുണ്ടോ? എത്തിക്കും. അവൻ നമ്മളെ എത്തിക്കും. ഹി ഈസ് മൈ സേവിയർ, ഐ എം നോട്ട് മൈ ഓൺ സേവിയർ. കർത്താവ് നമ്മളെ അവിടെ എത്തിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളിലല്ല, നമ്മെ വിളിച്ചവന്റെ വിശ്വസ്തതയിലാണ്. ഹി വിൽ ഫുൾഫിൽ ഇറ്റ്. വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ കർത്താവിന്റെ കൃപ നമ്മൾ അനുഭവിക്കാൻ ഇടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന പെർഫെക്ഷൻ ആയിട്ട് സ്തോത്രം. ഞങ്ങൾ പുത്രന്റെ മുമ്പിൽ അങ്ങനെ ഒരു ദിവസം നിൽക്കും. ഞങ്ങൾക്ക് കർത്താവെ അതൊരു കാഴ്ചയായി, ഒരു വിശ്വാസമായി മാറണം. കർത്താവെ, ഞങ്ങളുടെ ഹൃദയ കണ്ണുകൊണ്ട് അത് കാണുവാൻ, ആ തേജസ്സിന് വേണ്ടി ദാഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളാൽ അല്ലാത്ത ഒരു നീതി, ഞങ്ങളാൽ അല്ലാത്ത ഒരു വിശദീകരണം, ദൈവത്തിന്റെ ദാനമായി വരുന്ന ഉന്നതമായ, മനുഷ്യർക്ക് സാധിക്കാത്ത കർത്താവെ ആ കൃപാദാനങ്ങളുടെ വലിയ ധനത്തിലേക്ക് ഞങ്ങളെ അവിടെ നിന്ന് വിളിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും അങ്ങ് ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങല്ലാതെ യോഗ്യനായ ആരുമില്ല കർത്താവെ. അങ്ങ് ഞങ്ങൾക്കായി എല്ലാം തന്നു കർത്താവ്. പുത്രനിലൂടെ സകല അവകാശങ്ങളെ ഞങ്ങൾക്ക് തന്നു. അവകാശങ്ങളുടെ വാഗ്ദത്തങ്ങൾ വിലയേറിയതും അതിമഹത്തായതുമാണ് കർത്താവെ. ഞങ്ങൾ ഈ ലോകത്തിന്റെ, നശിച്ചു പോകുന്ന ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് കർത്താവെ അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായി തീർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഓരോരോ സ്വഭാവങ്ങൾ, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓരോന്നോരോന്ന് വളർന്നു വളർന്നു വന്ന് സ്നേഹത്തിൽ തികഞ്ഞവരായി കർത്താവെ അങ്ങ് വെളിപ്പെടുത്തുന്നവരായി നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുന്നവരായി അങ്ങയുടെ മക്കളുടെ ആ സന്തോഷത്തിലേക്ക് ഞങ്ങളെ അവിടെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.